തത്വജ്ഞാനം നിറഞ്ഞ ഖുർആനിനെ തന്നെയാണ് സത്യം. ഖുർആൻ ഹക്കീമാണ്. എങ്ങനെ ഹക്കീമാണ്? അതിൻ്റെ ഓരോ ആയത്തിൻ്റെയും മദ്ലൂലാത്തുകൾ ഹക്കീമാണെന്ന് പറയും. ഓരോ ആയത്തിൻ്റെയും അർത്ഥങ്ങൾ അത്ഭുതമാണ്, അതിൻ്റെ വിശേഷണങ്ങൾ അത്ഭുതമാണ്. ഖുർആനിൽ തക്രാറുകളില്ല എന്ന് ആലിമീങ്ങൾ പറയാം. നമ്മൾ ചരിത്രങ്ങൾ ആവർത്തിച്ച് പറയും അല്ലാഹു, പക്ഷേ അവിടെ വെറും ആവർത്തനമല്ല, ആ സന്ദർഭത്തിൽ പറയുന്ന ആവർത്തനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. ഒരു ഇൽമ് ഏറെ നൽകാതെ വെറുതെ ഒരു ഹശ്വ് തത്വീൽ, ഇങ്ങനെ അനാവശ്യമായ വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഇല്ല, ഒരു ഹർഫ് പോലുമില്ല. അതിന് തുല്യമായത് കൊണ്ടുവരാൻ മനുഷ്യർ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിന് തുല്യമായി ഒരു സൂറത്ത് പോലും കൊണ്ടുവരാൻ കഴിയില്ല. ഒരു സൂറത്ത് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ഒരു വരി പോലും ഖുർആനിന് തുല്യമായിട്ട് കൊണ്ടുവരിക മനുഷ്യന് സാധ്യമല്ല. മുട്ടുമടക്കേണ്ടി വരും. ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് തുല്യമായത് കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധമായിട്ട് വിധി പറയിൻ. ഖുർആൻ പോലെയാണോ ഇത്? നോക്കിക്കോളൂ. ഒരിക്കലുമാവില്ല, ഒരിക്കലുമാവില്ല. ഖുർആൻ ഹക്കീമാണ്. فمن لقد من الله على المؤمنين إذ بعث فيهم رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة. കിതാബും ഹിക്മത്തും എന്ന് വന്നാൽ കിതാബ് ഖുർആനാണ്, ഹിക്മത്ത് സുന്നത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കിതാബ് എന്ന് പറഞ്ഞിട്ട് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ആ ഹിക്മത്തിൻ്റെ അർത്ഥം സുന്നത്ത് എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകിയ വലിയ സമ്മാനമാണ്. എന്താണ് ആ സമ്മാനം? അത് ഈ റബീഉൽ അവ്വൽ അല്ലാഹു നൽകിയ സമ്മാനമാണ്. എന്താണ് സമ്മാനം? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് ഒരാളെ ഒരു റസൂലായി ഞാൻ അവർക്ക് പറഞ്ഞയച്ചു കൊടുത്തു. ആ നബി എന്താ ചെയ്യുന്നത്? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കും. ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കും. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തെ കാണുന്നില്ലേ? وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. യാത്ര ചെയ്യുന്ന ഒട്ടകം ഇതെങ്ങനെ? മേലെ നോക്കിയാൽ ആകാശം, അതെങ്ങനെ? ചുറ്റും മലകളാണ്. എങ്ങനെ? താഴെ നോക്കിയാൽ ഭൂമിയാണ്. താഴെയും മേലെയും സൈഡിക്കൊക്കെ നോക്കിക്കോളൂ, നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും. ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കും. കഴിഞ്ഞില്ല. വയുസക്കീഹിം, പിന്നെ അവരെ സംസ്കരിച്ചെടുക്കുന്ന ഒരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പരിശുദ്ധരായി വാർത്തെടുക്കും. വയുഅല്ലിമുഹുമുൽ കിതാബ്, എന്നിട്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ആദ്യം പറഞ്ഞ ആയാത്ത് എന്നുള്ളത് ഖുർആനല്ല എന്ന് മനസ്സിലായി. അള്ളാഹുവിൻ്റെ ആയാത്തുഹുൽ ബാഹിറ, അള്ളാഹുവിൻ്റെ അത്യപൂർവങ്ങളായ അത്യുത്കൃഷ്ടങ്ങളായ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങൾ ഇത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കി തരിക. നിബിധങ്ങൾ അമ്പിയാക്കന്മാർ അതാ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ആകാശത്തെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നില്ലേ? നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുന്നില്ലേ? എന്നിട്ട് സംസ്കരിക്കും. അപ്പോൾ ആദ്യം ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു തരും, പിന്നെ നമ്മളെ നിബിധങ്ങൾ തർബിയത്ത് ചെയ്യും. അത് കഴിഞ്ഞാൽ യുഅല്ലിമുഹുമുൽ കിതാബ്, ഖുർആൻ പഠിപ്പിച്ചു തരും. വൽ ഹിക്മ, സുന്നത്തും പഠിപ്പിച്ചു തരും. പരിശുദ്ധ ഹബീബിൻ്റെ ചര്യകൾ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹബീബിൻ്റെ ചര്യകൾ, ഹദീസുകൾ, അവിടുത്തെ തർബിയത്ത്. وإن كانوا من قبل لفي ضلال مبين, ഒന്നും അറിയാതെ വഴിതെറ്റി ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന എൻ്റെ ദൂതർ, ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്ന എൻ്റെ നബി നിങ്ങൾക്ക് എൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിത്തരും, നിങ്ങളെ സംസ്കരിക്കും, നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കും, നിങ്ങളെ ഹദീസും പഠിപ്പിക്കും. ഇനി ഒരു വേറൊരു ഓർഡറുണ്ട്. ഇബ്രാഹിം നബി ദുആ ചെയ്തൊരു ദുആയുണ്ട് നമ്മുടെ റസൂലിനെ കുറിച്ച്. ഇബ്രാഹിം നബി ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങളെ ഇബ്രാഹിം നബി പറഞ്ഞത് എങ്ങനെയാണെന്ന് നോക്കാം. ഇബ്രാഹിം നബി ദുആ ചെയ്തു, അല്ലാഹുവേ റബ്ബനാ വബ്അത്ത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അവിടെ ഹക്കീം എന്ന് പറഞ്ഞ പേര് വന്നു. നമ്മൾ ആ ഹക്കീമിനെ കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ ഹക്കീം എന്ന വിശേഷണമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ വബ്അത്ത് ഫീഹിം റസൂലാ ഈ നാട്ടുകാരിൽ ഒരു പ്രവാചകനെ നീ അയക്കണമേ. അന്ന് ദ്വാരക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അതുകൊണ്ട് നബി തങ്ങൾ പറയാം അന ദഅവതു അബി ഇബ്രാഹിം, എൻ്റെ ഉപ്പയായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് ഞാൻ. വബിശാറത്തു അഖി ഈസ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈസ നബിയുടെ സന്തോഷ വാർത്തയുമാണ് ഞാൻ എന്ന് നബി തങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനത്തെ റസൂൽ? യത്ലു അലൈഹിം ആയാതിക, നിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുന്ന പ്രവാചകർ. അത് അള്ളാഹു നേരത്തെ പറഞ്ഞതിന് തുല്യമാ. ആദ്യം ദൃഷ്ടാന്തം ഓതിക്കൊടുക്കും, പിന്നെ അള്ളാഹ് പറഞ്ഞ യുസക്കീഹിം ന. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നെ പറയുന്നത് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് കിതാബ് പഠിപ്പിക്കുകയും ഹിക്മത്ത് പഠിപ്പിക്കുകയും അറിവ് നൽകുകയും ചെയ്തിട്ട് അവരെ സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകനെ നീ അയച്ചു കൊടുക്കണമേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, അല്ലാഹുവേ നീ അൽ അസീസാണ്, നീ അൽ ഹകീമാണ്. അള്ളാഹു അതിനങ്ങ് ചെറുതായിട്ട് തിരുത്തി കൊടുത്തു. ഇബ്രാഹിം നബിയെ, നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തിൽ ചെറിയ തിരുത്ത് ഞാൻ പറയാണ്. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലായാലാണ്, ആമിർ ആരാണ് കൽപ്പിക്കുന്നത് എന്നറിഞ്ഞാലാണ് ആ കൽപ്പനയെ നമ്മൾ അനുസരിക്കുകയുള്ളൂ. അല്ലേ? ഒരു കൽപ്പന വന്നു, എല്ലാവരും മാസ്ക് ഇടണം, അല്ലേ? അത് ഒരു ഭരണാധികാരി ഒരു രാജ്യത്ത് നടപ്പാക്കിയ നിയമമാണ്. പിന്നെ എല്ലാവരും അത് ഇടും, അല്ലേ? ഒരു നിയമം വന്നു, ആരാ പറഞ്ഞതെന്നറിയില്ല, നമ്മളത് അനുസരിക്കുമോ? ആരാന്നറിയാതെ നമ്മൾ അനുസരിക്കുമോ? ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ ചെയ്യൂലേ? ആര് പറഞ്ഞു, എവിടെ ഉണ്ട് ചോദിക്കൂലേ? അള്ളാഹു ആരാണെന്ന് മനസ്സിലായാൽ പിന്നെ അനുസരണ എളുപ്പമാണ്. യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വയുഅല്ലിമുഹുമുൽ കിതാബ്, എന്നിട്ട് ഖുർആൻ ഓതി കൊടുത്താൽ അവർക്കത് മനസ്സിലാവും. അള്ളാഹുവിനെ പറ്റി അറിയാതെ പിന്നെ ഖുർആൻ ഓതി കൊടുത്തവർക്ക് മനസ്സിലാവുമോ? ഇല്ല. അതുകൊണ്ടാണ് അറിവുകളിൽപ്പെട്ട ഏറ്റവും വലിയ അറിവ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണെന്ന് പറയുന്നത്. അറിവിൽപ്പെട്ട ഏറ്റവും വലിയ അറിവ് അള്ളാഹിനെ പറ്റി. ഒരാൾ പുസ്തകം വായിക്കുന്ന, ഒരു കുട്ടി പുസ്തകം വായിക്കുന്നുണ്ട്, നമ്മൾ പറയും നല്ല മോനല്ലേ, നല്ല മോന്, നല്ല എപ്പോഴും വായിക്കുകയാണ്, അവന് എപ്പോഴും വായിക്കുകയാണ്, വായനയിൽ മുഴുകാൻ. ഓൻ വായിക്കുന്ന പുസ്തകം എങ്ങനെ ATM എന്ന് കൊള്ളടിക്കാം എന്നുള്ളതായിരിക്കാം. അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനോടുള്ള മതിപ്പ് പോയോ? പോയില്ലേ? എന്തുകൊണ്ട് പോയി? ചെയ്ത വായന നല്ല പണിയാണ്, പക്ഷെ എന്തു വായിച്ചു എന്നിടത്താണ് വിഷയം കിടക്കുന്നത്. പഠനം നമ്മളൊക്കെ പഠിക്കുന്നുണ്ട്, ഡിഗ്രിയും PGയും ഒരുപാട് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. പക്ഷേ അല്ലാഹു അഷ്റഫു മൗജൂദിൻ വ അഗ്ല മഅലൂമിൻ, അറിയേണ്ടതിൽ വെച്ച് ഏറ്റവും വിലമതിക്കാനാവാത്തത് അല്ലാഹു എന്ന സൃഷ്ടാവാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പഠനം ഏറ്റവും വലിയ പഠനമാണ്. അതിനെയാണ് ഹിക്മത്ത് എന്ന് പറയാം, തത്വജ്ഞാനം എന്ന് പറയാം. അതിനെയാണ് തത്വജ്ഞാനം എന്ന് പറയാം. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അള്ളാഹുവിൻ്റെ കലാമും പരിശുദ്ധ ഹബീബിൻ്റെ സുന്നത്തുകളും പഠിപ്പിച്ചു കൊടുക്കുക എന്നത് സാധ്യമാകുന്നത് തസ്കിയത്തും അള്ളാഹുവിൻ്റെ സംബന്ധിച്ചുള്ള ആയാത്തുകളും പഠിച്ചതിന് ശേഷമാണ്. അള്ളാഹു ആരാണെന്നറിയണം, എന്നാലേ ഇത് നടക്കുകയുള്ളൂ, അപ്പോഴേ അതിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തസ്കിയത്തും മനുഷ്യൻ്റെ അഖ്ലും ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ സംസ്കരിച്ചെടുത്തിട്ടാണ് വിശുദ്ധമായ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ലാ യകുൻ ഹമ്മു അഹദികും ആഖിറസ് സൂറ, നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ആ സൂറത്തിൻ്റെ അവസാനം എവിടെയാണെന്ന് നോക്കി നിൽക്കരുത്. നിങ്ങൾ നോക്കൂല, ഇനി എത്ര പേജ് കഴിയാനുണ്ട്, ഒരു ജുസൊക്കെ ഓതാൻ ഏറ്റെടുത്തു, ഇനി എത്ര പേജ് പോകേണ്ട ബാക്കിലേക്ക്, ഇനി എപ്പോഴാ തീരുക, എത്ര സമയം എടുക്കും, അങ്ങനെ ചെയ്യരുത്. ലാ യകുൻ ഹമ്മു അഹദികും ആഖിറസ് സൂറ, നിങ്ങളുടെ
ഒരു മനുഷ്യൻ്റെ ആകെയുള്ള ചിന്ത ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ സൂറത്ത് എപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് പേജ് നോക്കരുത് കേട്ടോ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം. കുന്നാ, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് കുന്നാ നതഅല്ലമുൽ ഈമാൻ ഖബ്ലൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ ഈമാനാണ് പഠിച്ചിരുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ഈമാനും അല്ലാഹുവിനെ സംബന്ധിച്ചാണ് പഠിപ്പിച്ചു തന്നിരുന്നത്. എന്നിട്ടാണ് ഞങ്ങൾ ഖുർആനിലേക്ക് വന്നത്. അതുമാത്രമല്ല, ഖുർആനിലെ ഓരോ ഭാഗങ്ങളും ഓതിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇരുന്ന് അത് മനസ്സിലാക്കും, പഠിക്കും, അതിൻ്റെ ആശയം ഉൾക്കൊള്ളും. എന്നിട്ടേ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോകാറുള്ളൂ, അടുത്ത പേജിലേക്ക് പോകാറുള്ളൂ, അടുത്ത ഭാഗം കാണാറുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഞാൻ കാണുന്നത്. നിങ്ങൾ അവ്വൽ മുതൽ ആഖിർ വരെ മുഴുവനായിട്ട് ഓതിപ്പോകുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളിങ്ങൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ചെയ്തിരുന്നത്. ഖുർആൻ ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയിരുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, ആലിമുൻ മിൻ ഉലമാഇ സ്വഹാബ. സ്വഹാബികളിൽ അവസാന കാലങ്ങളിൽ ഒരുപാട് കാലം താബിഈങ്ങളുടെ കാലം വരേക്കും ജീവിച്ചിരുന്ന ഒരുപാട് താബിഈങ്ങളുമായി ഇടപഴകിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാൻ പറയാൻ, ഞങ്ങൾ ഖുർആൻ അങ്ങനെയാവോ, ആദ്യം ഞങ്ങൾക്ക് ഈമാനാ പഠിപ്പിച്ചു തന്നത്, പിന്നെയാണ് ഹിക്മത്തും കിതാബും നബി തങ്ങൾ തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ അറിയുമ്പോഴല്ലേ അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ വില മനസ്സിലാവുള്ളൂ. നമ്മുടെ മക്കളോട് നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുക, മുത്തുനബിയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുക. അവർ ഖുർആൻ പഠിച്ചോട്ടെ, പക്ഷെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതിങ്ങനെ പറഞ്ഞവരെ മനസ്സിലാക്കി കൊടുക്കണം, ബോധിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഹിക്മത്ത് എന്ന് പറയുന്നത് പ്രബോധനം ചെയ്യുന്ന, ദഅവത്ത് ചെയ്യുന്ന ആളുകളോട് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു പ്രബോധന ശൈലി കൂടിയാണ് ഹിക്മത്ത്. ഹിക്മത്തോടുകൂടെ പറഞ്ഞു കൊടുക്കണം എന്നാണ്. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഹിക്മത്തോടുകൂടെ പറയണം. അതിൽ പല ടെക്നിക്കും ഉണ്ടാവും. അത് മനസ്സിലാവാത്തവർ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും. അത് പറയുന്ന ആൾക്കറിയണം ഞാൻ എന്തിനായി പറയുന്നത്, ഞാൻ ആരോടാണ് ഈ പറയുന്നത്, അവരുടെ അറിവെത്രയാണ്, ആ ഓഡിയൻസിനനുസരിച്ചാണ് വിഷയം പറയാം, അല്ലേ? അവർക്ക് മനസ്സിലാവാത്തത് ആ തുഹിബ്ബൂന അൻ യുകദ്ദബല്ലാഹു വറസൂലുഹു, മഹാന്മാരായ സ്വഹാബിമാർ പറഞ്ഞ അസറാണെന്ന്, ഹദീസാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അസറാണ്. കല്ലിമുന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം, ജനങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാവുന്നതേ അവരോട് പറയേണ്ടതുള്ളൂ. അതുഹിബ്ബൂന അൻ യുകദ്ദബല്ലാഹു വറസൂലുഹു, അള്ളാഹും റസൂലും പറഞ്ഞത് നുണയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതല്ലല്ലോ, അത് സത്യമല്ലേ, പരമമായ സത്യമല്ലേ. പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അവരോട് പറഞ്ഞ് അവർക്കത് അറിയില്ല. ഒരുപക്ഷെ ഇൽമ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, പണ്ഡിതന്മാരിരിക്കുന്ന ഒരു സദസ്സിൽ ചർച്ച ചെയ്യേണ്ട ഇൽമുൽ കലാമിലെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഖദർ ഖലാഇനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, അള്ളാഹുവിൻ്റെ ചില വിശേഷണങ്ങളെ സംബന്ധിച്ചുള്ള, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാവട്ടെ, ഇൽമുൽ കലാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ സാധാരണക്കാർ കേട്ടാൽ ഭയങ്കര അത്ഭുതം, എന്താ ഇപ്പോൾ ഈ സംഭവം, ഇങ്ങനെയൊക്കെ ഉണ്ടോ? അതവർക്കറിയില്ല അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അവർക്ക് സ്വാഭാവികം, അവർ ഷോപ്പിൽ ജോലി ചെയ്യുന്നവരാണ്, അവർ മത്സ്യം പിടിക്കാൻ പോകുന്നവരാണ്, അവർ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്, അവർ കമ്പനിക്ക് വേണ്ടി എഞ്ചിനീയർമാരാണ്, ഡോക്ടേഴ്സാണ്. അവർക്ക് ഈ വിഷയം അറിയില്ല. അപ്പോൾ അതൊന്നും അവരോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് അറിയേണ്ടതേ കൊടുക്കേണ്ടതുള്ളൂ, അല്ലേ? അങ്ങനെയാണ് പല വിഷയങ്ങളും. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുന്നു, നബിയെ, അങ്ങും അങ്ങയോട് അങ്ങയുടെ ഈ ദൗത്യം നിർവഹിക്കുന്ന പ്രബോധകന്മാരെല്ലാം ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, അല്ലാഹുവിൻ്റെ വഴിയിലേക്ക് ജനങ്ങളെ നിങ്ങൾ വിളിക്കണം, പറഞ്ഞു കൊടുക്കണം. അത് ഇസ്ലാമിലെ മുസ്ലിമീങ്ങളുടെ എണ്ണം കൂട്ടാനും ഇസ്ലാമിലെ അംഗബലം കൂട്ടാനും ഒന്നുമല്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ. അത് എണ്ണം കൂടേണ്ട ഒരു ആവശ്യമില്ല. അവനവന് നന്നാവണമെങ്കിൽ ഇസ്ലാം പഠിച്ചാൽ മതി. വേണ്ടാന്ന് തോന്നണോ, പൊയ്ക്കോളൂ, ഒന്നും അള്ളാഹ്ക്ക് പ്രശ്നമല്ല. ഈ യക്ഫുർ, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും അന്ന് അള്ളാഹുവിനെ നിഷേധിച്ച് പോയി എന്ന് വിചാരിക്കുക. സയഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന, അള്ളാഹുവിനെ ഇഷ്ടമുള്ള, അള്ളാഹു അങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹുവിടെ കൊണ്ടുവരും. നിങ്ങളാരും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അള്ളാഹു തആല പറയുന്നത്. പക്ഷെ നമുക്ക് വിജയിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദീൻ അറിയണം. അതിന് സങ്കുചിതമായ ചിന്തകളും വൈരാഗ്യവും മതഭ്രാന്തും ഇതൊക്കെ എടുത്തുവച്ചാൽ മതി. പഠിക്കുക, നമ്മൾ പഠിക്കുക. മറ്റു മതങ്ങളെ സംബന്ധിച്ച് നമ്മളും പഠിക്കുന്നുണ്ട്, ഇസ്ലാമിനെ സംബന്ധിച്ച് അവരും പഠിക്കട്ടെ. മൊത്തത്തിൽ പറയപ്പെടുന്ന തെറ്റിദ്ധാരണകളും ആരോപണങ്ങളും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സത്യസന്ധമായിട്ടൊന്ന് പഠിച്ചു നോക്കുക. നമ്മൾ ഒരു ഇൻ്റർഫെയ്ത്ത് ഡയലോഗ്,
അള്ളാഹുവിൻ്റെ ദീനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കും. ഇതാണ് ഇസ്ലാം. വേറൊന്നും നമ്മൾ ചോദിക്കുന്നില്ലല്ലോ, പഠിക്കാനേ പറയുന്നുള്ളൂ. ബുദ്ധിയുണ്ട്, റിസോഴ്സസ് മുമ്പിലുണ്ട്, പഠിച്ചു നോക്കൂ. ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വിളിക്കണതിന് ശരിക്കും ദഅവത്ത് എന്നൊക്കെ പറയാം. എൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ട് കേട്ടോ, വരണേ, അതിനാണ് ദഅവ എന്ന് പറയാം. ദീനിലേക്കൊരു മനുഷ്യനെ നമ്മൾ ദീൻ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് ഒരു വിരുന്നിനൊരാളെ വിളിക്കുന്ന പോലെ ആ ഒരു മനുഷ്യനെ നിങ്ങൾ സ്നേഹത്തോടുകൂടെ അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് അറിവില്ലായ്മ സംഭവിച്ചാൽ തെറ്റിദ്ധാരണ വരും, അവർക്ക് ദീനിനോട് വെറുപ്പ് വരും. അത് വലിയ കുറ്റമാണ്. അങ്ങനെ വരരുത്. ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന, നല്ല യുക്തിഭദ്രമായിട്ടും നല്ല സാരോപദേശം കൊടുത്തുകൊണ്ടും അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കണം. അത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വിശുദ്ധ ഖുർആൻ, വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക്, നബിയേ അങ്ങ് ഒരു പരുഷ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ, അങ്ങയുടെ സ്വഭാവം മോശമായിരുന്നുവെങ്കിൽ, അങ്ങ് ജനങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആളായിരുന്നുവെങ്കിൽ, ലം ഫളൂ മിൻ ഹൗലിക്, അങ്ങയുടെ ആയിരക്കണക്കിന് സ്വഹാബിമാർ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു, അങ്ങയുടെ കൂടെ നിൽക്കില്ലായിരുന്നു. എപ്പോഴേ പറഞ്ഞെന്നറിയോ? ഹബീബ് കാണാൻ സുമുഖരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? വഅജ്മലു മിൻക ലം തറൈനി വഅഹ്സനു മിൻക ലം നിസാഉ, ഇത്ര നല്ല ഭംഗിയുള്ള ഒരാളെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ലല്ലോ, ഇത്ര ഭംഗിയുള്ള ഒരാളെ കണ്ണുകൾക്ക് കാണാനില്ലല്ലോ. തങ്ങൾ ഏറ്റവും നല്ല സംസ്കാരമുള്ളവരാണ്, അറിവുള്ളവരാണ്, എല്ലാം ഉണ്ട്. ഈ സ്വഭാവമില്ലെങ്കിൽ ഉണ്ടായിട്ട് കാര്യമില്ല. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ദേശക്കാരനാണ്, ദേശമുള്ള ആളാണ്. അത്ര ആൾ കൊണ്ട് എന്താ കാര്യം വാക്കായോട് പറയാൻ പറ്റും? ഒരു ചർച്ചക്കാളെ ഇരുത്താൻ പറ്റുമോ? ആരെങ്കിലും പറഞ്ഞ ആൾ കേൾക്കുമോ? അങ്ങനെ ഉണ്ടല്ലോ. എന്ത് പണക്കാട് തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി ചർച്ച വെച്ചാൽ ഈ മനുഷ്യരോട് എണീറ്റ് ഓടും. എന്തേ? അയാൾ അങ്ങനത്തെ സ്വഭാവക്കാരനാണ്. മനുഷ്യന്മാർ വെറുക്കൂലേ? ജനങ്ങൾ വെറുക്കുന്നത് അള്ളാഹു വെറുക്കുന്നതിൻ്റെ അടയാളമാണെന്നാണ്. മഅദല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക്, അള്ളാഹുവിൻ്റെ റസൂലിന് വഹയുണ്ട്, ഖുർആനുണ്ട്, ഫസ്വാഹത്തുൽ കലാമുണ്ട്. ഏറ്റവും നല്ല സ്ഫുടസുന്ദരമായ നബി തങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. ആയിരക്കണക്കിന് അദൃശ്യമായ കഴിവുകൾ, മുഅ്ജിസത്തുകൾ അള്ളാഹു നബിക്ക് കൊടുത്തിട്ടുണ്ട്. ഭംഗിയുണ്ട്, സൗന്ദര്യമുണ്ട്, തറവാടുണ്ട്, ഇൽമുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ മുഹമ്മദ് നബിയേ, അങ്ങയുടെ സ്വഭാവത്തിൽ എങ്ങാനും മോശം വന്നാൽ ദീനിലേക്ക് ആളുകൾ വരില്ല. നിങ്ങളുടെ സ്വഭാവം ഏറ്റവും വലുതാണ്. അതുകൊണ്ടൊരു മുസ്ലിം എന്ന നിലയിൽ നമ്മളെ ജനങ്ങൾ 4 കണ്ണുകൊണ്ടാണ് കാണുന്നത്, 2 കണ്ണുകൊണ്ടല്ല. ഒരു മുസ്ലിം ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊന്ന് ചർച്ചയാണ്. അതുകൊണ്ട് നമ്മുടെ ദീനിനെയാണത് ബാധിക്കുന്നത്, അള്ളാഹുവിൻ്റെ ശരീഅത്തിനെയാണത് മുറിവേൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു സ്വഭാവ ദൂഷ്യം കാരണം ദീനിനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ വരരുത്. അതുകൊണ്ട് നിങ്ങൾ ഹിക്മത്തോടുകൂടെയാണ് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ പരിചയപ്പെടുത്തേണ്ടത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന. ഇനിയൊരു സംവാദം നടക്കുകയെന്ന് വിചാരിക്കുക. അവിടെ പറഞ്ഞത് ഹസന എന്നല്ല, അഹ്സൻ എന്നാണ് പറഞ്ഞത്. സംവാദം നടക്കുകയാണ്. അപ്പോൾ 2 കൂട്ടർക്കും ജയിക്കണം എന്നായിരിക്കും ആഗ്രഹം. കൈയടിക്കാനൊക്കെ കൂട്ടത്തിൽ വാടകയ്ക്ക് ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടാവും. 2 കൂട്ടർക്കും ജയിക്കണം എന്നാ വേണം. ആര് ജയിക്കണം എന്നല്ല, നമുക്ക് അയാളിൽ നിന്ന് സത്യം പഠിക്കണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി സംവാദങ്ങൾക്ക് പോകാറുണ്ട്. ഇമാമുന അബൂ ഹനീഫത്തുൻ നുഅ്മാൻ തങ്ങൾ സംവാദങ്ങൾക്ക് പോകാറുണ്ട്. പക്ഷേ സംവാദങ്ങൾക്ക് ഇറങ്ങുമ്പോൾ അവർ ദുആ ചെയ്യും, അല്ലാഹുമ്മ അരിനിൽ ഹഖ്ഖ അലാ യദൈ ഖസ്മി, പടച്ചവനെ ഞങ്ങളുടെ പ്രതിയോഗികൾ ആരാണോ അവരുടെ കൈകളിലൂടെ സത്യം ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ. അതാണ് അതിൻ്റെ ശുദ്ധത, അല്ലേ? നമ്മളെന്താ പറയാ, നമ്മൾ തന്നെ ജയിക്കണേ പടച്ചവനെ, നാളെ തോൽക്കരുതേ. നമ്മുടെ കയ്യിൽ സത്യമാണെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കണം. നമ്മൾ അതാണ് വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മുടെ ഖൽബിൻ്റെ ഉള്ളിൽ ഒരു നിഷ്കളങ്കമായ ഒരു ചിന്ത വേണം. എങ്ങാനും നമുക്ക് മനുഷ്യരെല്ലാം നമുക്ക് തെറ്റുപറ്റാലോ. ആ തെറ്റുകളെ തിരുത്താൻ ഇപ്പോൾ ഒരു മറ്റു മതവിശ്വാസിയാവട്ടെ ആരാവട്ടെ, പലരിൽ നിന്നും പലതും നമുക്ക് പഠിക്കാനുണ്ടാവും. ഒരു സംവാദത്തിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചു പോയ വിഷയം നമ്മൾ ജയിച്ചിട്ടുണ്ടാവാം, പക്ഷേ അതിനപ്പുറത്ത് വേറെയും ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവാം. അത് പഠിക്കാനുള്ള പാഠങ്ങളാണ്. എപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കണം. ഏതൊരു നെഗറ്റീവും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയാം, അല്ലേ?
സംവാദങ്ങൾ നടക്കുമ്പോൾ അല്ലാഹു തആല പറയുന്നത് വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സൻ. അവരോട് സംസാരിക്കുമ്പോൾ അവരിങ്ങോട്ട് ചിലപ്പോൾ മോശമായ പദപ്രയോഗങ്ങൾ നടത്തും. ചിലതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഇരിക്കുന്ന സംവാദമായിരിക്കും. ഇപ്പുറത്തുള്ളവർ പണ്ഡിതന്മാരെ വകവെക്കാത്തവരുണ്ടായിരിക്കും. അതൊക്കെ പുരോഹിതന്മാരാണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അവർക്കൊന്നും ഒന്നും തിരിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് അവരെയൊക്കെ അവഹേളിക്കുന്നത് കാണുമ്പോൾ തിരിച്ചു മറുപടി പറയുന്നിടത്താണ് നമ്മുടെ ദീൻ പ്രതിഫലിക്കേണ്ടത്. ആ മറുപടി പറയുന്നിടത്തെ നല്ല മറുപടി, ഒരു 100 മറുപടി നല്ലതുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ലതെടുത്തിട്ടാണ് അവിടെ മറുപടി പറയേണ്ടത്. സംവാദത്തിൽ ഏറ്റവും ഡീസൻ്റായിട്ടാണ് സംസാരിക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സൻ. ദഅവത്ത് ചെയ്യുമ്പോൾ മൗഇദത്തിൽ ഹസന, നല്ലത്. സംവദിക്കുമ്പോൾ അഹ്സൻ, ഏറ്റവും നല്ല പദപ്രയോഗങ്ങളാണ് നടത്തേണ്ടതെന്ന്. ഇതൊക്കെ നടത്താനുള്ള ക്ഷമയുള്ളവരതിന് പോയാൽ മതി. നല്ല ക്ഷമിക്കേണ്ടി വരും. വ്യക്തി അറ്റാക്ക് വരും. ഒരു മനുഷ്യനെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യും അപ്പുറത്തുള്ള ഒരാൾക്ക് വേണമെങ്കിൽ. കളിയാക്കി ചിരിക്കും, പരിഹസിച്ചേക്കും, അറിവില്ല എന്ന് പറഞ്ഞ് ചവിട്ടി തേച്ചേക്കും. പക്ഷേ മിതമായി ബുദ്ധി ഉപയോഗിച്ച് ക്ഷമയോടുകൂടെ സമചിത്തതയോടുകൂടെ ഏറ്റവും നല്ല വാക്കുകൊണ്ട് മറുപടി പറഞ്ഞാൽ നിങ്ങൾക്കവിടെ വിജയിക്കാൻ കഴിയും. അങ്ങനെയാണ് നിങ്ങൾ ദീനിൻ്റെ വിഷയത്തിൽ ഇടപെടേണ്ടത്. അവിടെ ഹിക്മത്ത് വേണം എന്ന് അല്ലാഹു ജല്ല ജലാലു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഹകീമാണ്, അല്ലാഹു ഹകീമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിക്മത്ത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ തത്വജ്ഞാനം വേണം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസുകളൊക്കെ തത്വജ്ഞാനമാണ്. എത്ര മനോഹരമാണ് റബ്ബേ ഹദീസുകൾ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് യുക്തിദീക്ഷയുണ്ടെങ്കിൽ തത്വജ്ഞാനിയായി ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ അവൻ്റെ ഭാര്യ എത്ര മോശക്കാരിയാണെങ്കിലും അന്തസ്സുള്ള ജീവിതം അവനുണ്ടാകും. യുക്തിദീക്ഷയുണ്ടോ, വരുമാനം വളരെ കുറവാണ്, അന്തസ്സുള്ള ജീവിതം അവന് ജീവിക്കാൻ കഴിയും. യുക്തിദീക്ഷയുണ്ടോ, അവരുടെ മക്കളെ സ്വാലിഹീങ്ങളായി വളർത്താൻ അവർക്ക് കഴിയും. ഹിക്മത്തുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം സമ്പൂർണ്ണമാണ്, സന്തുഷ്ടമാണ്. വമൻ യുഅ്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് സമ്പത്ത് കൊടുക്കുന്നുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെടാത്തവർക്കും സമ്പത്ത് കൊടുക്കുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് അധികാരം കൊടുക്കുന്നുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെടാത്തവർക്കും അധികാരം കൊടുക്കുന്നുണ്ട്. ഖാറൂനിന് അല്ലാഹു കൊടുത്തു, അല്ലാഹു ഖാറൂനിന് കൊടുത്തു ഒരുപാട് സമ്പത്ത്. ഒരു സംഘം ഒട്ടകത്തിന് വഹിക്കാൻ മാത്രമുള്ള താക്കോലുകൾ ഉണ്ടായിരുന്നു ഖാറൂനിൻ്റെ ഖാറൂനിൻ്റെ ഖജനാവുകളുടെ താക്കോല് ചുമക്കാൻ ഒട്ടകങ്ങൾ വേണം. താക്കോലുകൾ കൊണ്ട് നടക്കാൻ അത്രയും ഉണ്ടായിരുന്നു ഖാറൂന്. പക്ഷെ അള്ളാഹു ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. അള്ളാഹു ഇഷ്ടമില്ലാത്തവർക്ക് സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് ഇഷ്ടമില്ലാത്ത ഫറോവക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന നബിയായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ദുൽഖർനൈനിക്ക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തു. അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. പക്ഷേ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം കൊടുക്കുന്ന കാര്യമാണ് ഹിക്മത്ത്, ജ്ഞാനം, ദീനിൻ്റെ അറിവ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയത് പ്രവാചകന്മാർക്ക് നൽകിയതാണോ? അള്ളാഹു നമുക്ക് നൽകിയത് ഇൽമ് നൽകിയിട്ടുണ്ടോ, അറിവ് നൽകിയിട്ടുണ്ടോ? നമ്മൾ വിജയിക്കുന്നവരാണ്. വലമ്മാ ബലഗ ശുദ്ധഹു വസ്തവാ ആതൈനാഹു ഹുക്മൻ വഇൽമാ. അല്ലാഹു പക്വതയും പാകവും എത്തിയപ്പോൾ അല്ലാഹു അവർക്ക് ഹുക്മൻ വഇൽമാ, അറിവും തത്വജ്ഞാനവും അല്ലാഹു നൽകി. അറിവും തത്വജ്ഞാനവും നൽകി. ഇത് അല്ലാഹു പ്രവാചകന്മാർക്ക് നൽകിയതാണ്. സമ്പത്ത് ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അമ്പിയാക്കന്മാരിൽ സ്വാലിഹീങ്ങളായവർക്ക്, അമ്പിയാക്കന്മാർക്ക്, ഔലിയാഇന് അല്ലാഹു നൽകിയത് ഹുക്മൻ വഇൽമാ. വലമ്മാ ബലഗ അശുദ്ധഹു വസ്തവാ ആതൈനാഹു ഹുക്മൻ വഇൽമാ. ഹിക്മത്തുണ്ടോ? കാര്യങ്ങളെ അവധാനതയോടുകൂടെ സമീപിക്കാൻ കഴിയുന്നുണ്ടോ? കാര്യങ്ങൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വെറും വാക്ക് പറയാതിരിക്കുക, ചെയ്യുന്നതിനൊരു ലക്ഷ്യമുണ്ടായിരിക്കുക. തത്വദീക്ഷയോടുകൂടെ പറയുക,
തത്വദീക്ഷതയോടുകൂടെ സംസാരിക്കുക, പ്രവർത്തിക്കുക, അറിവുണ്ടാവുക, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് ബോധമുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അള്ളാഹു വിജയം നൽകി, അള്ളാഹു സന്തോഷം നൽകി. അതാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. അതുകൊണ്ട് റഅ്സുൽ ഹിക്മതി മഖാഫത്തുല്ലാഹ്, ഏറ്റവും വലിയ അറിവ് അള്ളാഹുവിനെ ഭയപ്പെടലാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ അറിവ് റഅ്സുൽ ഹിക്മ, ദ ഹെഡ് ഓഫ് വിസ്ഡം, തത്വജ്ഞാനത്തിൻ്റെ ഏറ്റവും തല എന്ന് പറയുന്നത് മഖാഫത്തുല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെടലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭ്രാന്തനായ ഒരാളെ കണ്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ഭ്രാന്തനായ ഒരാളെ കണ്ടപ്പോൾ സ്വഹാബിമാർക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ നബി തങ്ങൾ തീരുമാനിച്ചു. സ്വഹാബിമാർക്ക് ഒരു അറിവ് പഠിപ്പിക്കാൻ നബി തങ്ങൾ തീരുമാനിച്ചു. തങ്ങൾ ചോദിച്ചു, മൻ ഹാദ, തങ്ങൾക്കറിയാം ആൾ ഭ്രാന്തുള്ള ആളാണെന്ന്. തങ്ങൾ ചോദിച്ചു, ഇദ്ദേഹം ആരാണ്? ഖാലൂ മജ്നൂൻ, അവർ പറഞ്ഞു, നബിയെ ഭ്രാന്തനാണ്. തങ്ങൾ പറഞ്ഞു, ലാ, ഭ്രാന്തൻ എന്ന് പറയല്ലേ, ഹാദാ മുബ്തല വൽ മജ്നൂനു മൻ അസ്വല്ലാഹ്, നിങ്ങൾ പറയണം ഇയാൾ പരീക്ഷിക്കപ്പെട്ട ആളാണ്, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമായ ആളാണ്. ബുദ്ധി കൊണ്ട് ഇയാളെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ച, പരീക്ഷണം സംഭവിച്ച ആളാണ്. എന്നാൽ മജ്നൂൻ, ഭ്രാന്തൻ എന്ന് പറയുന്നത് മൻ അസ്വല്ലാ, അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ നടക്കുന്ന ആളെയാണ് നിങ്ങൾ മജ്നൂൻ എന്ന് വിളിക്കേണ്ടത്. ഇയാൾ മജ്നൂനല്ല, ഹാദാ മുബ്തലൻ, ഇയാൾ പരീക്ഷിക്കപ്പെട്ട ആളാണ്. എത്ര വലിയ ഹിക്മത്താണത്! ഇയാൾ പരീക്ഷിക്കപ്പെട്ട ആളാണ്. ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയും വിവേകവും അറിവും എല്ലാം ഉണ്ടായിട്ട് അള്ളാഹുവിൻ്റെ ശരീഅത്ത് സത്യമാണെന്ന് ബോധിച്ചിട്ട് അതനുസരിക്കാതെ ജീവിക്കുന്ന ആളെയാണ് നിങ്ങൾ മജ്നൂൻ എന്ന് പറയേണ്ടത്. ഹാദാ മുബ്തലൻ, ഇത് പരീക്ഷിക്കപ്പെട്ട മനുഷ്യനാണ്, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമായ ആളാണ്. ആ പരീക്ഷണത്തിന് അള്ളാഹു നാളെ കൂലി കൊടുക്കും. ഹിസാബില്ലാതെ, ചോദ്യമില്ലാതെ സ്വർഗത്തിലേക്ക് അയാൾ പോകും. ഇയാൾ മജ്നൂനല്ല, അൽ മജ്നൂനു മൻ അസ്വല്ലാ, അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ആളെയാണ് നിങ്ങൾ മജ്നൂൻ എന്ന് വിളിക്കേണ്ടത്. അതുകൊണ്ട് റഅ്സുൽ ഹിക്മ, ഹക്കീം എന്നത് ഹിക്മത്തിൽ നിന്നാണ്. ഹിക്മത്ത് എന്നത് തത്വജ്ഞാനമാണ്, തത്വദീക്ഷയാണ്. അതിൻ്റെ ഏറ്റവും പരമമായ അറിവ്, ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് മഖാഫത്തുല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെടലാണ്. ഒരാൾ സ്മാർട്ടായിരിക്കാം, ഇൻ്റലിജൻറ്റുമാവാം. സ്മാർട്ടാവുക, ദക്കിയാണ്, ഇൻ്റലിജൻറ്റ്, ആഖിലാണ്, രണ്ടുമാകാം. കെമിസ്ട്രിയിലെ ഇതുവരെ ആരും റിസർച്ച് ചെയ്യാത്തൊരു ഏരിയ എടുത്ത് റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് വാങ്ങിച്ച ആളാണ്. അങ്ങനെ ഉണ്ടായിരിക്കാം. ഒരുപാട് മാസ്റ്റർ ഡിഗ്രികൾ അയാൾക്കുണ്ടായിരിക്കാം. ആഖിലാണ്, ദക്കിയാണ്, ഒക്കെയാണ്. പക്ഷെ ആൾ നിസ്കരിക്കൂല. അങ്ങനെ ഉണ്ടാവില്ല. എത്ര ആളുകളുണ്ട് നല്ല മനുഷ്യന്മാരാ, നിസ്കരിക്കൂല. അൽ കാഫിറു ലാ അഖ്ല ലഹ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പടച്ചവനെ നിഷേധിക്കുന്ന ഒരു മനുഷ്യന് ബുദ്ധിയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എന്ന് പറയോ? ഇത് വെറുതെ ഉണ്ടായതെന്ന് പറയോ? അൽ കാഫിറു ലാ അഖ്ല ലഹ്. അതുകൊണ്ട് ദൈവനിഷേധിയായ മനുഷ്യൻ എത്ര ബുദ്ധിമാനി എന്ന് നമ്മൾ പറഞ്ഞാലും ശരിയായ ബുദ്ധി എന്നത്, അറിയേണ്ട ഏറ്റവും വലിയ അറിവ് സർവേശ്വരനായ പ്രപഞ്ച സൃഷ്ടാവിനെ അറിയലല്ലേ? പടച്ചവനില്ല എന്ന് പറയുന്ന ആള് ഇനി എന്ത് പറഞ്ഞാലും ലാ അഖ്ല ലഹു, അത് ബുദ്ധിയായിട്ട് അള്ളാഹു പരിഗണിക്കുന്നില്ല. അൽ കാഫിറു ലാ അഖ്ല ലഹ്, അതിനർത്ഥം അതാണ്. കാഫിര്യങ്ങൾക്കൊന്നും ബുദ്ധിയില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥങ്ങൾ മനസ്സിലാക്കുക. എന്തായി പറയേണ്ട അർത്ഥം? പടച്ചവനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല, ഞാൻ നാസ്തികവാദിയാണ്, ഞാൻ ഇനി നിരീശ്വരവാദിയാണ് എന്നൊരാൾ പറഞ്ഞാൽ ഇനി അവൻ എന്ത് പറഞ്ഞാലും ലാ അഖ്ല ലഹ്, ആ ഫിലോസഫിക്കൊന്നും ഒരർത്ഥമില്ല. അവന് എന്ത് പറഞ്ഞോട്ടെ, ലാ അഖ്ല ലഹ്, ബുദ്ധിയില്ലാത്തതാണ് ആ പറയുന്നത്. അതുകൊണ്ട് ഹാദാ മുബ്തലൻ അൽ മജ്നൂനു മൻ അസ്വല്ലാഹ്, ഭ്രാന്ത് പിടിച്ച മനുഷ്യൻ, പരീക്ഷണത്തിന് വിധേയമായ ആളാണെന്ന് പറയണേ. മുബ്തലൻ, ഒരു ബലാ വന്ന ആളാണ്, ഒരു പരീക്ഷണം വന്ന ആളാണ്. അൽ മജ്നൂനു മൻ അസ്വല്ലാഹ്, മജ്നൂൻ എന്നത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളാണ്.
അതുകൊണ്ട് റഅസുൽ ഹിക്മതി മഖാഫത്തുല്ലാഹ്, ഏറ്റവും വലിയ അറിവ് അല്ലാഹുവിനെ അറിയലാണ്, അല്ലാഹുവിനെ ഭയപ്പെടലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു അറാബി വന്ന് ചോദിച്ചു, അല്ലിംനി കലാമൻ നഖൂലുഹു, നബിയേ എനിക്ക് പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു ദിക്ർ പറഞ്ഞു തരണേ നബിയേ. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹു അക്ബറു കബീറാ വൽഹംദുലില്ലാഹി കസീറാ സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഹഉലാഇ ലിറബ്ബി ഫമാലി, ഇതൊക്കെ അള്ളാഹിനെ പറ്റിയല്ലേ നബിയെ പറയുന്നത്, എനിക്കെന്താണ് അങ്ങ് പഠിപ്പിച്ചു തരുന്നത്, എനിക്കെന്താ കിട്ടാനുള്ളത്? ഖുൽ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി അല്ലിംനി കലാമൻ നഖൂലുഹു. ഈ ദിക്ർ നമ്മുടെ ലൈവ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ലിംനി കലാമൻ നഖൂലുഹു, നബിയെ എനിക്ക് പറയാനുള്ള ഒരു അറിവ്, ഒരു ദിക്ർ അങ്ങ് പഠിപ്പിച്ചു തരണമേ എന്ന് പരിശുദ്ധ റസൂലിനോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഖുൽ നിങ്ങൾ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ആരാധനക്കർഹനായവൻ, നമ്മൾ തലകുനിക്കേണ്ടത്, നിവർന്ന് നടക്കുന്ന നമ്മുടെ തല, നമ്മുടെ മുഖം, നമ്മുടെ നെറ്റി മണ്ണിലേക്ക് വെക്കാൻ നമ്മൾ അർഹതപ്പെട്ടത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹുവിന് മാത്രമാണ്. ലാ ശരീക ലഹു, അവൻ്റെ കൂടെ വേറെ ദൈവങ്ങളില്ല. ഒരു പ്രസിഡന്റ് മതി ഒരു രാജ്യത്തിന്, ഒരു രാജാവ് മതി ഒരു രാജ്യത്തിന്, രണ്ടെണ്ണം വേണ്ട, ഒന്നേ ഉള്ളൂ അല്ലാഹു. അവൻ സർവേശ്വരനാണ്, സർവശക്തനാണ്. അല്ലാഹു അക്ബറു കബീറാ, അല്ലാഹു ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഷയമാണ്. അള്ളാഹു ഈ പ്രപഞ്ചത്തിലെ മനുഷ്യൻ്റെ ശ്രദ്ധ ആകർഷിക്കേണ്ട ഏറ്റവും വലിയ ശ്രദ്ധ കിട്ടേണ്ട വിഷയം അള്ളാഹുവിൻ്റെ വിഷയമാണ്. അള്ളാഹു എല്ലാറ്റിനേക്കാളും വലുതാണ്. അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു അക്ബറു കബീറാ വൽഹംദുലില്ലാഹി കസീറാ, അള്ളാഹുവേ നിനക്കാണ് ഒരുപാട് സ്തുതി. സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ, ഈ പ്രപഞ്ചങ്ങളെ എല്ലാം പടച്ച റബ്ബേ. ഇപ്പം യൂണിവേഴ്സ് എന്നത് മൾട്ടിവേഴ്സ് എന്നാ പറയാ. നമ്മളൊക്കെ യൂണിവേഴ്സ് എന്നല്ലേ പറയാ, ഈ പ്രപഞ്ചം തന്നെ ഒരുപാട് ലോകങ്ങളുണ്ടെന്ന് അപ്പോൾ കണ്ടെത്തിയത്. മൾട്ടിവേഴ്സ് ആണെന്ന് പറയാം. ഒന്നല്ല, വ്യത്യസ്തങ്ങളായ ലോകങ്ങളാണ് അത്രേ പ്രപഞ്ചത്തിലുള്ളത്. മൾട്ടിവേഴ്സാണ്. സുബ്ഹാനല്ലാഹ് റബ്ബുൽ ആലമീൻ. ഫാത്തിഹ തുടങ്ങുമ്പോൾ തന്നെ അള്ളാഹു ഇത് പറഞ്ഞല്ലേ, ബിസ്മി കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവാണ് അള്ളാഹു. ഇപ്പം നമുക്കിങ്ങ് തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ലോകങ്ങളാണ്, ഒരു ലോകമൊന്നും അല്ല എന്ന്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ റബ്ബേ നീ ഒരു ന്യൂനതയുമില്ലാത്തവനാണ്, ഒരു ന്യൂനതയുമില്ല. ട്രാൻസെൻഡ്സ്, അതിനാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. അതാണ് നമ്മുടെ പ്രത്യേകത. ഹക്കീമായ അള്ളാഹുവിനെ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ലാ ഹൗല വലാ ഖുവത, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയ്ക്ക് വേണ്ടി ഊർജ്ജസ്വലമായി മുന്നോട്ട് വരാനും സാധിക്കണമെങ്കിൽ ഇല്ലാ ബില്ലാ, അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടല്ലാതെ മനുഷ്യന് സാധ്യമല്ല. നമ്മുടെ ആരോഗ്യം, നമ്മുടെ തടി, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഖൽഖാണ് അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യന് കഴിവ് നൽകിയത്. ഹൃദയം, ചിന്ത, നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ അവന് തീരുമാനിക്കാം. പക്ഷെ അതിൽ കഴിവ് അള്ളാഹു നമുക്ക് നൽകി. ഇതൊക്കെ അള്ളാഹു നൽകിയതാണ്. അള്ളാഹുവിൻ്റെ കഴിവില്ലാതെ മനുഷ്യന് അനങ്ങാൻ കഴിയില്ല, ഇബാദത്ത് ചെയ്യാനും കഴിയില്ല, തിന്മ ചെയ്യാനും കഴിയില്ല. പടച്ചവനെ, തിന്മ ചെയ്യാതെ നന്മയ്ക്ക് വരണമെങ്കിൽ, നന്മയ്ക്ക് മുന്നിടണമെങ്കിൽ, ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം, തത്വദീക്ഷയുള്ള അല്ലാഹുവേ, സർവ അധികാരമുള്ള അല്ലാഹുവേ, നീ നൽകുന്ന കഴിവല്ലാതെ ഞങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞേക്കേണമേ എന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഖാല, ആ അറാബി പറഞ്ഞു. അറാബികൾ എന്ന് പറഞ്ഞത് മലമുകളിൽ ജീവിക്കുന്ന, ആടിനെ മേച്ച് നടക്കുന്ന ആളുകളാണ്. അവർക്ക് they don't know the etiquette of talking. അവർക്ക് സംസാരിക്കേണ്ട മര്യാദ ഒന്നും പറഞ്ഞുകൊള്ളുന്നില്ല, അവർക്കത് അറിയില്ല. അവരങ്ങനെ നിബിധങ്ങളൊക്കെ ഭയങ്കര രസകരമായി ചിരിക്കാറുണ്ട് അവരുടെ ചില ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. ഹൗലാഇ ലിറബ്ബി, ഇതൊക്കെ എൻ്റെ റബ്ബിനുള്ളതല്ലേ നബിയെ, ഇതൊക്കെ അള്ളാഹുവിനുള്ളതല്ലേ, അള്ളാഹ് അങ്ങനെയൊക്കെയാണ്. ഫമാലി,
എനിക്കിപ്പോൾ എന്തെങ്കിലും കിട്ടണ്ടേ, എനിക്കെന്തെങ്കിലും കിട്ടാനുള്ള പറഞ്ഞൊരു നബിയെ. സുബ്ഹാനല്ലാഹ്. ഇത് ചൊല്ലിയാൽ കൂലി കിട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ പറയാം, ഇതൊക്കെ അള്ളാഹിൻ്റെ പോരിശല്ലേ പോയി പറഞ്ഞതൊക്കെ, എനിക്കെന്താ കിട്ടേണ്ടത് നബിയെ, അതൊന്ന് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു, ഖുൽ, നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരേണമേ, വർഹംനി, എന്നോട് കരുണ കാണിക്കണമേ, വഹ്ദിനി, എന്നെ സന്മാർഗത്തിലേക്ക് നയിക്കണമേ, വർസുഖ്നി, എനിക്ക് വേണ്ടതെല്ലാം നീ നൽകണമേ. മൂപ്പർക്കുള്ളതൊക്കെ കിട്ടിയപ്പോൾ അല്ലേ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണിത്. ഒന്ന് ചൊല്ലി നോക്കി, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി. 4 കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു തരേണമേ, വർഹംനി, പാവമായ എന്നോട് കരുണ കാണിക്കണേ റബ്ബേ, വഹ്ദിനി, നേരായ വഴിയിലേക്ക് എന്നെ വഴി നടത്തേണമേ, വർസുഖ്നി, എനിക്ക് റിസ്ക് നൽകണമേ. ദുനിയാവിൽ ജീവിക്കാൻ റിസ്ക് വേണം. പിന്നെ ഭക്ഷണം ഉണ്ടായി ജോലി ഉണ്ടായാൽ മാത്രം പോരല്ലോ, ജോലി ഉണ്ടായി നേർവഴിക്ക് ജീവിക്കണ്ടേ, നേർവഴിക്ക് ജീവിക്കണം. അള്ളാഹുവിൻ്റെ കരുണയില്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ നാളെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു മഗ്ഫിറത്തും തരണം. ഇത് 4 നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ ഹാദാ ലി റബ്ബി, ഇതെല്ലാം എൻ്റെ റബ്ബിനുള്ളതല്ലേ, ഹൗലാഇ ലി റബ്ബി ഫമാലി, എനിക്കെന്താ നബിയെ ഉള്ളത്, ഇതൊക്കെ അള്ളാഹിൻ്റെതല്ലേ. എന്നാൽ നിങ്ങൾ പറഞ്ഞേക്കണം, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി എന്ന് അള്ളാഹുവിൻ്റെ ഹക്കീമായ ഇസ്മ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഹിക്മത്ത് അള്ളാഹു നൽകുന്ന ഒരു വലിയ നിഅമത്താണ്. അസൂയ വന്നു പോകുന്നതാണ്, അതിന് കുഴപ്പമില്ല എന്നാണ്. നല്ല അറിവുള്ള ഒരാളെ കാണുമ്പോൾ പടച്ചവനെ അയാളെപ്പോലൊക്കെ അറിവ് എനിക്കുമുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കാം, അതിന് കുഴപ്പമില്ല. അസൂയ എന്ന് പറയുമ്പോൾ വാക്കിലിട്ടോ, നമ്മുടെ ശരിയായ ടെർമിനോളജി അസൂയ എന്ന് പറയുമ്പോൾ ഉള്ളത് അയാളാണ് മറന്നിട്ട് പിന്നെ എനിക്ക് കിട്ടണം, അങ്ങനെ ആവരുത്. ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടണം, അങ്ങനെ ചിന്തിക്കരുത്, അത് കുറ്റമാണ്. അതുപോലെ എനിക്ക് അങ്ങനെ ആവാം. لا حسد إلا في 2 رجل آتاه الله مالا فسلطه على هلكته في الحق ورجل آتاه الله حكمة فهو يقضي بها ويعلمها. 2 ആളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് അസൂയപ്പെടാമെന്ന് പറഞ്ഞു. എങ്ങനത്തെ അസൂയ? ഗിബ്തത്ത് എന്ന് അറബി പറയാം, പക്ഷെ മലയാളത്തിൽ എനിക്കറിയില്ല എന്ത് പേരാണ് പറയാന്നുള്ളത്. അസൂയ എന്ന് പറയുമ്പോൾ മോശമായ അസൂയ അല്ല, അതുപോലെ എനിക്കും എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം എന്നാണ്. എന്താ 2 കാര്യം? റജുലുൻ ആതാഹുല്ലാഹു മാലൻ, അള്ളാഹു പൈസ കൊടുത്ത ആളുകൾ ഒരുപാട് സമ്പത്ത് കൊടുത്തു. ഫസല്ലതഹു അലാ ഹലകതിഹി ഫിൽ ഹഖ്, നേരായ മാർഗത്തിലാണ് അയാൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, നല്ല വഴിയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആള് അവരെ കാണും, പടച്ചവനെ എനിക്കും അങ്ങനെ പൈസ തന്നൂടെ റബ്ബേ, ഞാനതുപോലെ കൊടുത്തേനെ കുറേ ആളുകൾക്ക്, ലക്ഷങ്ങളും കോടികളും ഞാനും കൊടുത്തേനെ മനുഷ്യരെ സഹായിക്കാൻ, പടച്ചവനെ എനിക്കും തന്നൂടെ പടച്ചവനെ. അങ്ങനെ ചോദിക്കാം, അള്ളാഹുവിനോട് ആവശ്യപ്പെടാം, അങ്ങനെ കൊതിച്ചു പോകാം, അതിനൊന്നും കുഴപ്പമില്ല. നല്ല നിലക്ക് ചെലവഴിക്കാൻ ഹലാലായ സമ്പാദ്യമുള്ള ഒരാളാണ്. അള്ളാഹു തത്വജ്ഞാനം നൽകിയ ആള്, അറിവ് നൽകിയ ആള്, ഇൽമ് നൽകപ്പെട്ടത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അതുപയോഗിച്ച് വിഷയങ്ങൾക്ക് വിധി പറയുകയും ചെയ്യുന്നു. ഒരു ജഡ്ജായി മാറി വിഷയങ്ങൾക്ക് പരിഹാരം നൽകുകയാണ്. ഏതെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ അയാളുടെ മുമ്പിൽ ചെന്നാൽ മതി, അത് പരിഹരിച്ചു തരും. അയാൾ ജനങ്ങൾക്ക് ഇൽമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ എനിക്കും അയാളെ പോലെ അറിവുണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് കൊതിക്കണം. അത് ഹിക്മത്താണ്. ഹിക്മത്ത് അള്ളാഹുവിനോട് ചോദിക്കണം, കൊതിയോറണം എന്ന പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് അറിവ് നൽകട്ടെ, അള്ളാഹു നമുക്ക് ഹിക്മത്ത് നൽകട്ടെ. യാ ദാവൂദു ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ് ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിഇൽ ഹവാ فيضلك عن سبيل الله وأن احكم بينهم بما أنزل الله ولا تتبع أهواءهم واحذرهم أن يفتنوك عن بعض ما أنزل الله إليك. سورة المائدة هذه سورة الصوادان. وأن احكم بينهم بما أنزل الله
അള്ളാഹു ഇറക്കിയ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾ വിധി പറയേണ്ടത്. വലാ തത്തബിഅ് അഹ്വാഅഹും, അവരുടെ ശരീരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ വിധി പറയരുത്. അംബിയാഇനോടുള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. വഹ്ദറുഹും അൻ യഫ്തിനൂക, വഹ്ദറുഹും അൻ യഫ്തിനൂക അൻ ബഅദി മാ അൻസലല്ലാഹു ഇലൈക. ഹദീസും ഖുർആനും ഹിക്മത്ത് നിറഞ്ഞതാണ്. അതിലൊന്നും ബുദ്ധിശൂന്യമായിട്ടില്ല. അത് ബുദ്ധിശൂന്യമാണെന്ന് പറയുന്നവർക്ക് ബുദ്ധിശൂന്യത എവിടെയെങ്കിലും ഉണ്ടാകുമ്പോഴേ അവരത് പറയുള്ളൂ. എന്തൊക്കെ ആരോപണങ്ങൾ ഏതൊക്കെ വിഷയങ്ങളെ ഉന്നയിക്കുന്നുണ്ടോ, നൂറുകണക്കിന് തെളിവുകളാൽ അതൊക്കെ ബാലിശമാണ് എന്ന് തെളിയിക്കാൻ അലിമീങ്ങൾക്ക് കഴിയും. നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅനല്ലാഹുൽ മുഹല്ലിൽ വൽ മുഹല്ലല ലഹ്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മുഹ്കമാണ്, അള്ളാഹുവിൻ്റെ കലാമുകൾ സുദൃഢമാണ്. അതിൻ്റെ ഇടയിലൂടെ അങ്ങനെ ലൂപ്പ് ഹോളുകൾ ഉണ്ടാക്കി നിങ്ങൾ രക്ഷപ്പെട്ടു പോകരുത്. ഇത് ആരുടെ കലാമാണ്? ആരുടെ കലാമാണ്? കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ റസൂലാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഇറക്കി തന്ന റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അതുകൊണ്ട് നിങ്ങൾ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മറികടക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരു കൂട്ടരെ അള്ളാഹു കുരങ്ങുകളാക്കി മാറ്റിയെന്നാണ്. എന്തേ അള്ളാഹു പറഞ്ഞത്? ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോകരുത്. നമ്മോട് പറയണ്ട വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് വാങ്ക് വിളിച്ചാൽ പിന്നെ ഷട്ടർ താത്തണം, അതിൻ്റെ മുമ്പന്നെ താത്തണം. ജുമുഅക്ക് വാങ്ക് വിളി കേട്ടാൽ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ. കച്ചവടക്കാരോട് പ്രത്യേകം പറഞ്ഞതാ, ജുമുഅക്ക് 2 കസ്റ്റമർ വരാണ്ടല്ലോ എന്ന് വിചാരിച്ച് നിൽക്കണ്ട, ആ കസ്റ്റമർ പോയിക്കോട്ടെ. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ചിന്തയിലേക്ക്, ദിക്റിലേക്ക് നിങ്ങൾ പോകണം. പ്രസംഗം കേൾക്കാനല്ല, നിങ്ങൾ ദിക്ർ കേൾക്കാൻ വേണ്ടി പോയാൽ മതി. അത് ദിക്റാണ്, അള്ളാഹുവിനെ പറ്റി ഓർമ്മപ്പെടുത്തലാണ്. പല ദിക്റും ചിലപ്പോൾ നമുക്ക് തിരിഞ്ഞോളുന്നില്ല, അതിലൊന്നും കുഴപ്പമില്ല, അതിന് 4 കൂലി കിട്ടും. ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. നമ്മൾ റബീഉൽ അവ്വൽ വരുമ്പോൾ ഇങ്ങനെ പറയലുണ്ടല്ലോ, ബിദ്അത്ത്. ഞാൻ കാണുന്നുണ്ട് ചിലതൊക്കെ ബിദ്അത്ത് എന്താണെന്ന് പറയണത് അപ്പം കട്ട് ചെയ്യും, എന്നിട്ട് ബാക്കി വ്യത്യസ്തത പറഞ്ഞല്ലോ. ഇങ്ങനെയാണ് നബി ചെയ്തിട്ടില്ല. അങ്ങനെ വെറുതെ ചോദിക്കുകയാണ്, മലയാളത്തിൽ നബി ഖുത്ബ ഓതിയിട്ടുണ്ടോ കൂട്ടരെ? ഇല്ലല്ലോ. മലയാളത്തിൽ ഖുത്ബ ഓതുന്ന കൂട്ടരാണല്ലോ ഇപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താ? അതിനെപ്പറ്റി നിങ്ങൾ എന്താ പറയുക? എനിക്കത് മാത്രം പറഞ്ഞു തന്നാൽ മതി. നബി മലയാളത്തിൽ ഖുത്ബ ഓതിയിട്ടില്ല, അറബി അല്ലാത്ത ഭാഷകളിൽ ഖുത്ബ ഓതിക്കോളൂ എന്ന് നബി പറഞ്ഞിട്ടുമില്ല. പറഞ്ഞിക്കണോ? ഒരു ഹദീസ് ഉണ്ടോ? ഇല്ല. നിങ്ങളതൊക്കെ ചെയ്യണില്ലേ നാട്ടിൽ? പെന്നെ കുപ്പായിട്ടിട്ട് ഒരു ഹുർമത്തുല്ലാതെ തലമറക്കാതെ മെഹ്റാബിലേക്ക് മിമ്പറിൽ നിന്നിട്ട് പച്ച പ്രസംഗം ചെയ്യാറില്ലേ? മലയാളത്തിൽ നബി ചെയ്തിട്ടുണ്ടോ? അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്നിട്ട് കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞതിന് നിങ്ങൾ എന്നിട്ട് അർത്ഥം വെക്കും. എന്താണ് ആ ഹദീസിൻ്റെ അർത്ഥം? അത് മുഴുവൻ പറയാൻ വിടൂല, അപ്പോഴും കട്ട് ചെയ്യണം. നബി തങ്ങൾ ചെയ്തില്ല എന്ന് വിചാരിച്ച് ബിദ്അത്തുൻ മുൻകറത്ത് എന്ന് പറഞ്ഞ സംഭവം, ബിദ്അത്തുൻ ഹസനത്തുൻ രണ്ടുണ്ടെന്ന്. എന്താണ് മഹാനായ ഇസ്സു ബിൻ അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി അലൈഹി എന്താണ് ബിദ്അത്തിന് കൊടുത്ത വ്യാഖ്യാനം? നമ്മളൊരു പ്രസംഗം തന്നെ ചെയ്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്, ദീർഘമായ 3.5-4 മണിക്കൂറിൽ പ്രഭാഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണതെന്ന് ഇനിയെങ്കിലും തിരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പറയാൻ പോകുന്നിടത്തുനിന്ന് കട്ട് ചെയ്യും. ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ അതിൻ്റെ ബാക്കി എന്താണ് ഞാൻ പറയുന്നത് എന്ന് കേൾക്കാൻ പിന്നെ അവസരമില്ല. പിന്നെ മറ്റേ മൂലയിൽ പറഞ്ഞത് ഈ മൂലയിൽ പറഞ്ഞൊക്കെ പറഞ്ഞിട്ടാണ് ഫിത്തനാക്കുക. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ മലയാളത്തിൽ ഓതുന്നുണ്ടല്ലോ ഖുത്ബ, അതിനെന്താണ് തെളിവ്? ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. ഏത് ഹദീസാണ്, എവിടെയാണ്, ഏത് മിമ്പറിലാണ് നബി തങ്ങൾ മലയാളത്തിൽ ഓതിയത് എന്ന് പറഞ്ഞു തരൂ. ഇൻഷാ അല്ലാഹ് ബാക്കി ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അള്ളാഹുവിൻ്റെ ദീൻ മുഹ്കമാണ്. ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോകരുതെന്ന് പറഞ്ഞു. നമ്മളോട് വെള്ളിയാഴ്ച എന്ത് ചെയ്യണം? ഖുത്ബക്ക് അവിടെ നിന്നാണ് എനിക്കത് ഓർമ്മ വന്നത്. വെള്ളിയാഴ്ച ദിവസം കച്ചവടമൊക്കെ പൂട്ടിയിട്ട് ഫസ്ഔ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് പോകണം. മീൻ പിടിക്കാൻ പോകാൻ മീൻ പിടിക്കരുത് എന്നല്ലേ അള്ളാഹു തആല പറഞ്ഞത്? ആ നിയമത്തെ മറികടന്നു. എന്ത് ചെയ്തു? വല വീശിയില്ല, ഒരു ചാലുണ്ടാക്കി കൊടുത്തു. ശനിയാഴ്ച പോയിട്ട്
ആ ചാലിലൂടെ ഒരുപാട് മീനുകളെ കയറി വന്നു. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഒരുപാട് മത്സ്യം കയറി വന്നു. വലിയൊരു വയൽ പോലെ സ്ഥലമുണ്ട്. മീനൊക്കെ കയറിയപ്പോൾ ആ മൻഫദ്, ആ ഒരു എൻട്രി അവരടച്ചു വെച്ചു. അപ്പോൾ മീനൊക്കെ ഉള്ളിലായി. പിറ്റേന്ന് വന്നിട്ട് മീൻ പിടിച്ചു. ശനിയാഴ്ച പിടിച്ചോ? ശനിയാഴ്ച മീൻ പിടിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൾക്ക് മീൻ കിട്ടിയോ? കിട്ടി. അള്ളാഹു അവരെ കുരങ്ങുകളാക്കി മാറ്റിയെന്ന കുറച്ച് മുക്കുവന്മാരാണ് ചെയ്തത്. ആ നാട്ടുകാരെ മുഴുവൻ കുരങ്ങന്മാരാക്കിയതല്ല. ആ പണി ചെയ്ത ആളുകൾ അള്ളാഹു കൂനു ഖിറദതൻ ഖാസിഈൻ. എന്തെന്നറിയോ? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു ഹിക്മത്തിനെ നിങ്ങളെന്ത് ഉള്ളിലൂടെ കളിച്ചു. അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. 3 ത്വലാഖും ചൊല്ലിക്കഴിഞ്ഞാൽ ശറഇൻ്റെ കാഴ്ചപ്പാടിൽ മുത്തൊലാഖുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ്. ഒരു രാജ്യത്തെ എന്താണ് നിയമം എന്നല്ല, ശറഇൻ്റെ നിയമത്തിൽ 3 വട്ടം ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ ത്വലാഖ് സംഭവിക്കും. ബി ഇജ്മാഇൽ ഫുഖഹാക്കൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. ശറഇൻ്റെ നിയമം അതാണ്. ആയിക്കോട്ടെ. അത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് തൻ്റെ ഭാര്യയെ തിരിച്ചെടുക്കണമെങ്കിൽ വേറെ ഒരാൾ കല്യാണം കഴിച്ച് അവളുടെ കൂടെ ഒരു രാത്രിയെങ്കിലും കിടന്ന് അവനായിട്ട് അവളെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ആദ്യത്തെ ഭർത്താവിന് അവളെ ഹലാലാവുകയുള്ളൂ. ഇതാണ് ശരീഅത്തിന്. അതുകൊണ്ടാണ് ത്വലാഖ് കൊണ്ട് കളിക്കരുതെന്ന് പറയാൻ കാരണം. ഒരു ത്വലാഖിന് അങ്ങനെ പ്രശ്നം വരില്ല. 3 ത്വലാഖുൻ നിന്നെ ചൊല്ലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ത്വലാഖുൻ ബാഇനുൻ എന്നാ പറയാ നമ്മുടെ ഫിഖഹിൽ. അത് എന്നേക്കുമായി വേർപിരിയുന്ന ത്വലാഖാണ്. പിന്നെ വേറൊരാൾ കല്യാണം കഴിക്കണം. അവിടെ ഒരു വിഷയമുണ്ട്, നാട്ടിലൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ഈ ഹദീസ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ലഅനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലല ലഹു. അപ്പോൾ 3 ത്വലാഖും ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുത്തനോട് പറയടോ, എൻ്റെ പെണ്ണുങ്ങളെ ഞാൻ 3 ത്വലാഖും ചൊല്ലിപ്പോയി, ഇപ്പോൾ 2-3 കൊല്ലമായി, ഇപ്പോൾ തോന്നുന്നോളെ തന്നെ തിരിച്ചെടുക്കണമെന്ന്, ഒരു വഴിയില്ല. ഈ എൻ്റെ പെണ്ണുങ്ങളെ നീ ഒന്ന് കല്യാണം കഴിക്കുമോ? 2 ആഴ്ച നിന്നിട്ട് നീ ത്വലാഖൊല്ലിത്താ, എന്നാൽ പിന്നെ എനിക്ക് അതിനിത്ര പൈസ കൊണ്ട് ഞാൻ തരും ചെയ്യാം. അവൻ റെഡിയാണ്. ഇത് ഹറാമാണ്. കാരണം ഒരവധി വെച്ചുകൊണ്ടുള്ള വിവാഹമല്ല. 2 കൊല്ലത്തേക്ക് കല്യാണം കഴിക്കുക, അങ്ങനെ പരിപാടി ഇല്ല ദീനിൽ. അത് ഹറാമാണ്. ലഅനല്ലാഹുൽ മുഹല്ലിൽ, അങ്ങനെ ഹലാലാക്കി കൊടുക്കുന്ന ആളെയും വൽ മുഹല്ലല ലഹു, ആർക്ക് വേണ്ടിയാണ് ഇവൻ ഈ പണി ചെയ്യുന്നത്, ഈ കല്യാണം കഴിക്കുന്നത്, ആദ്യത്തെ ഭർത്താവിന് വേണ്ടിയല്ലേ, അവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വേറൊരാൾ കല്യാണം കഴിച്ച് ഒഴിവാക്കിയാൽ നിനക്ക് ഹലാലാണ് എന്നാണ് നിയമം. അപ്പോൾ വേറൊരാൾ കല്യാണം കഴിച്ച് ഒഴിവാക്കി തന്നല്ലോ. പക്ഷേ ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചെയ്ത വിവാഹമാണ്. മുഅഖത്താണ്, സമയം പറഞ്ഞിട്ട് ചെയ്ത നിക്കാഹാണ്. അല്ലേ? ഇത്ര സമയത്തേക്ക് നീ അവളെ കല്യാണം കഴിക്കുക, എന്നിട്ട് നീ ഒഴിവാക്കി തരണം. ഇതൊന്നും നിക്കാഹിൽ പറ്റൂല. നിക്കാഹ് അബദിയാണ്, എന്നേക്കുമുള്ളതാണ്, മരണം വരേക്കുമുള്ള ജീവിതമാണ്. അതിനിടക്ക് 2 കൊല്ലത്തേക്ക് നിന്നെ കല്യാണം കഴിക്കുക, അങ്ങനെ പരിപാടി ഇല്ല. ശറ അംഗീകരിക്കൂല. ഇസ്ലാമിൻ്റെ നിയമം മനസ്സിലാക്കണോ? ഈ പരിപാടി കാശ് കൊടുത്തിട്ടും അല്ലാതെയും ഇടനിലക്കാരായിട്ട് ഹലാലാക്കാനുള്ള ഇടക്കാല പുതിയാപ്പിളമാർ, ഈ പരിപാടി ഹറാമാണ്, ദീനിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. 3 ത്വലാഖും ചൊല്ലി ഒഴിവാക്കിയില്ലേ? ഇനി ഏതെങ്കിലും ഒരാൾ അവളെ കല്യാണം കഴിച്ചു, അവളോടൊപ്പം ജീവിച്ചു, എന്തോ കാരണം കൊണ്ട് അവൻ ഇവളെ ഒഴിവാക്കണമെന്ന ഒരവസ്ഥ വന്നു, അവൻ ത്വലാഖ് ചൊല്ലിയാൽ അവളുടെ ഇദ്ദ കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ആൾക്ക് വേണമെങ്കിൽ പോയി കല്യാണം കഴിക്കാം. അതാണ് അതിൻ്റെ നിയമം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹിക്മത്തുകളെ ലൂപ്പ് ഹോളുകൾ ഉണ്ടാക്കിയിട്ട് മറികടക്കരുത്. ഇത് മഹാന്മാർ ഒരുപാട് ഉദാഹരണങ്ങൾ വേറെയുണ്ട്. പലിശൻ്റെ വിഷയങ്ങളൊക്കെ അങ്ങനെയാണ്. പലിശ പ്രത്യക്ഷത്തിലല്ല എന്ന് തോന്നും, പക്ഷേ അത് ഉള്ളിലൂടെ പലിശയാണ്. അങ്ങനെ വരും. അടവിന് നമ്മൾ ഫ്രിഡ്ജ് അടവിന് വാങ്ങിച്ചു, റൊക്കം വാങ്ങിച്ചാൽ എത്ര? ഫ്രിഡ്ജിൻ്റെ വില 50,000. അടവാണെങ്കിൽ നിങ്ങൾ 6 മാസം കൊണ്ട് തന്നാൽ മതി. അപ്പോൾ എത്ര അടക്കുന്നത്? 55,000. അത് പലിശയാണ്. സമയത്തിനനുസരിച്ച് ഇതിന് വില കൂട്ടുന്നത് പലിശയാണ്. ഏത് പലിശയൊന്നുമല്ല എന്ന് പറഞ്ഞാലും അത് പലിശയാണ്. വഖസ് അലാ ദാലിക്. അങ്ങനെ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അള്ളാഹു മുഹ്കമാക്കി തന്ന ദീനാണ്, നമ്മളതിൽ കളിക്കാൻ പാടില്ല. അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ചിന്തകളെ അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹുവിനനുസരിക്കുന്നവരായി അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ പരിശുദ്ധ ഹബീബിൻ്റെ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ ഹബീബിനെ ഓർക്കുകയും അവിടുത്തെ ഹബീബിന് ഒരുപാട് അപദാനങ്ങൾ വാഴ്ത്തുകയും സ്വലാത്ത് ചൊല്ലുകയും ചെയ്ത് മുത്തുനബി തങ്ങളുടെ അപദാനങ്ങൾ ഒരുപാട് വാനോളം വാഴ്ത്തപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുത്തെ സ്നേഹിക്കൽ നമുക്ക് നിർബന്ധമാണ്. നബിയോടുള്ള സ്നേഹം ഇബാദത്താണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അയ്യൂബ് സഖ്തിയാനി എന്ന് പറയുന്ന മഹാനായ ആരിഫായ അള്ളാഹുവിൻ്റെ വലിയനെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. ഇമാം മാലിക് തങ്ങളുടെ ബയോഗ്രഫിയിൽ കാണാൻ കഴിയും, അവരുടെ തർജുമയിൽ. ഇമാം മാലിക് എന്നവർ ഹദീത്ത് പണ്ഡിതനാണ്, ഫിഖ്ഹ് പണ്ഡിതനാണ്. പക്ഷേ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി മക്കയിലേക്ക് വന്നൊരു നേരമുണ്ട്. ആളുകളോട് ചോദിച്ചു, കറാമത്തുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആൾക്കാർ പറഞ്ഞു, അങ്ങനെ ഉണ്ടോ ഒരു സംഭവം എന്ന്? കറാമത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? ആ ഉണ്ട്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു അത് നൽകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരണോ എന്ന് ചോദിച്ചു. ഒന്ന് കാണിച്ചു തരീന്ന് പറഞ്ഞു. നമുക്ക് ദാഹിക്കണില്ലേ? വെള്ളം വേണ്ടേ? വെള്ളമുണ്ടോ? വെള്ളമില്ല. എന്നാ വരിന്ന് പറഞ്ഞു. ഒരു പാറയിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് ദുആ ചെയ്തതാണ്, അള്ളാഹുവേ ഞങ്ങൾക്ക് വെള്ളം വേണം. കൈയെടുത്തു. അള്ളാഹു ഒരുപാട് പ്രവാചകന്മാർക്ക്, സ്വഹാബികൾക്ക്, ഔലിയാഇന് നൽകിയ മഹാത്ഭുതം പോലൊരു അത്ഭുതം മക്കയിൽ അവിടെ സംഭവിച്ചു. കൂടെയുള്ള ആളുകൾ വെള്ളം കുടിച്ചു. അവിടെ കൈവച്ചു, അള്ളാഹുവെ ഞങ്ങൾക്ക് മതി. അതവിടെ അവസാനിച്ചു. ഇത് കറാമത്താണ്, മുഅ്ജിസത്താണ്. ട്രോളന്മാർക്കത് തിരിയില്ല. ആ മുഅ്ജിസത്ത് നടന്നതിൽ പിന്നെ മഹാൻ പറഞ്ഞു, ഞാൻ മരിക്കുന്നവരെ ഇത് നിങ്ങൾ ആരോടും പറയരുത്. എൻ്റെ ജീവിതകാലത്ത് ഒരാളോട് നിങ്ങളുടെ അനുഭവം പറയാൻ പാടില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ ഞാൻ ചെയ്തതാണ്. ആ മഹാൻ ഹദീസ് പറയാറുണ്ട്. പക്ഷേ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഹദീസ് എടുത്ത് രേഖപ്പെടുത്താറില്ല. ഇമാം മാലിക് എന്നിവർ പറയാം, അങ്ങനെ ഒരിക്കൽ മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് വന്നു. ഞാൻ അയ്യൂബ് സഖ്തിയാനിയെ ഇങ്ങനെ വീക്ഷിക്കുകയാണ്. കുൻതു അർമുഖുഹു, ഞാനിങ്ങനെ വീക്ഷിക്കുകയാണ്, എങ്ങനെയുണ്ട് അദ്ദേഹം, എങ്ങനെയാണ് അവരുടെ വ്യക്തിത്വം. അങ്ങനെ നോക്കുമ്പോൾ കുല്ലമാ ദുകിറ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹറമിലെ പള്ളിയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് പറയപ്പെട്ടാൽ ഖാന യബ്കി അജ്ഹശ മിനൽ ബുകാ, വിങ്ങി പൊട്ടി മഹാനവറുകൾ കരയാൻ തുടങ്ങും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് പറഞ്ഞാൽ അയ്യൂബ് സഖ്തിയാനി കരയുന്നത് കാണുന്നുണ്ട് ഞാൻ. ഹത്താ അർഹമഹു, എനിക്ക് പോലും മനസ്സിൽ അദ്ദേഹത്തോട് റഹ്മത്ത് തോന്നിപ്പോ, റബ്ബേ പാവം, ആ മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞാൽ മരിച്ചു പോവില്ലേ എന്ന് പോലും ഞാൻ ചിന്തിക്കുമാർ അദ്ദേഹം മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ കരയാൻ തുടങ്ങിയപ്പോൾ ഫകതബ്തു അൻഹു, ആ നിമിഷം മുതലാണ് ആ മഹാൻ പറയുന്ന ഹദീസുകൾ ഞാൻ രേഖപ്പെടുത്താൻ തുടങ്ങിയത് എന്ന് മഹാനായ മാലിക് ഇബ്നു അനസ് ഇമാമു ദാരിൽ ഹിജ്റ മാലിക് റളിയല്ലാഹു അൻഹു, മാലിക്കി മദ്ഹബിൻ്റെ ഇമാമാണ് ഈ പറയുന്നത്. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? മുത്ത് റസൂലിനോട് സ്നേഹമില്ലാത്ത ഒരാൾ ഒരു ഹദീത്ത് പറഞ്ഞാൽ നമ്മുടെ ഹദീത്തിൻ്റെ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തൂല. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കാൻ കിടക്കുമ്പോൾ ഒരു ഹദീസ് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ എണീക്കാൻ പറ്റാത്ത മഹാൻ നിവർന്നിരുന്നു കൊണ്ട് ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഹദീസ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ ചോദിച്ചു, യാ ഷെയ്ഖന, മരിക്കാൻ പോകുന്ന ഈ നേരത്ത് കടന്നിട്ട് പറഞ്ഞു കൊടുത്താൽ പോരെ, എന്തിനേ നിങ്ങൾ ഹദീസ് പറയാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ കൈഫ, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് ഞാൻ കടന്നുകൊണ്ട് പറയാ, അത് നബിയോട് ചെയ്യുന്ന അനാദരവല്ലേ, ആ ഹുർമത്ത് പാലിക്കാനാണ് ഞാൻ എഴുന്നേറ്റിരുന്നത് എന്ന് മഹാനായ അല്ലാമ അൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെയാണ് റസൂലിനെ നമ്മൾ കാണുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനോടുള്ള ഈമാൻ ഇബാദത്താണ്. അതിന് അല്ലാഹു കൂലി തരും, അല്ലാഹു പ്രതിഫലം തരും. ഇന്ന അശദ്ദ ഉമ്മത്തി ഹുബ്ബൻ ലി യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഹ്ലിഹി വമാലിഹി ജമീഅ. എൻ്റെ ഉമ്മത്തിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ള ആളുകൾ, സ്വന്തം എൻ്റെ കാലശേഷം വരുന്നവർ, സമ്പത്തും മക്കളെയും മുഴുവൻ തരാം അല്ലാഹുവേ, എൻ്റെ റസൂലിനെ ഒരു നോക്ക് കാണാൻ എനിക്ക് നൽകുമോ? എൻ്റെ ഹബീബിൻ്റെ മുഖം സ്വപ്നത്തിലെങ്കിലും എനിക്ക് കാണിച്ചു തരുമോ? ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവൻ തരാം, എനിക്ക് റസൂലിനെ കാണിച്ചു തരുമോ എന്ന മനസ്സുകൊണ്ട് കൊതിക്കുന്നവരാണ് എൻ്റെ ഉമ്മത്തിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവരെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീത്ത് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ആഗ്രഹം വേണം, ഹബീബിനെ പറ്റി പഠിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും മാനുഷിക മൂല്യങ്ങളും എല്ലാ ഗുണഗണങ്ങളും ഇങ്ങനെ ഒത്തുചേർന്ന ഒരാൾ.
കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്ബിലു അലൈനാ വമാ അലാ വജ്ഹിൽ അർദി ശഖ്സുൻ അഹബ്ബ ഇലൈനാ മിൻഹു. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. മുത്തുനബി തങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ ഹബീബിനെക്കാളും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളും ഞങ്ങളുടെ ഭൂമിയിലില്ല. എൻ്റെ ഭാര്യയല്ല, എൻ്റെ മക്കളല്ല, ആരുമല്ല, ഹബീബാണ് ഞങ്ങൾക്ക് വലുത്. ഞങ്ങൾ അങ്ങനെയാണ് ഹബീബിനെ കണ്ടതെന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു. നമുക്കങ്ങനെ കാണാൻ കഴിയണം. നമ്മളൊരുപാട് ജോലി തിരക്കുള്ള ആളുകളാണ്. നമുക്ക് എപ്പോഴും നബിനെ ഓർത്തിരിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ജോലി തിരക്കുണ്ടല്ലേ. റബീഉൽ അവ്വൽ വരുമ്പോഴേക്കും നമ്മൾ ഹബീബിനോ അത്രയെങ്കിലും സമയം അല്ലേ. സ്വഹാബികൾ എപ്പോഴും ദീൻ പഠിക്കുന്നവരാ. അന്ന് മദ്രസയൊന്നുമില്ല. നമുക്ക് മദ്രസയും കോളേജൊക്കെ ഇപ്പോൾ ഉണ്ട്. എന്തേ? നമുക്ക് അവരെ പോലെ കഴിയില്ല. സ്വഹാബിമാർ എന്നും നബിയുടെ മദ്ഹ് പറയും. അത് നബിൻ്റെ മൗലിദ് പാരായണം എന്ന് പറഞ്ഞാൽ അതന്നെ മദ്ഹ് പറയാൻ. സ്വഹാബിമാർ എന്നും പറയും, എപ്പോഴും നബിയെ കാണുമ്പോൾ അത് പറയും, നബിനെ പുകഴ്ത്തി പറയും, ഹബീബിൻ്റെ പോരിശകൾ അവർ പറയും. ജീവിതം മുഴുവൻ പെണ്ണുങ്ങളൊക്കെ രാത്രി ഇരുന്നിട്ട് ഇങ്ങനെ നൂലുകൊണ്ട് അവർ നെയ്തുകൊണ്ടിരിക്കുമ്പോൾ മദീനയിലെ ഉമ്മമാർ പാടുമായിരുന്നു എന്നാ. യാ ലൈത ശിഅരി വൽ മനായാ അത്വാർ, യാ ലൈത ശിഅരി വൽ മനായാ അത്വാർ, ഹൽ യജ്മഅന്നി വ ഹബീബിദ്ദാർ. മരണം വരുന്നത് പ്രശ്നമല്ല, സമയമായാലും മരിച്ചു പോവേണ്ടി വരും. വൽ മനായാ അത്വാർ, മനിയത്ത് എന്ന് പറഞ്ഞാൽ മരണം എന്നാണ്. മനായ മരണങ്ങൾ, അത്വാർ അതിങ്ങനെ ഘട്ടം ഘട്ടമായി നടക്കും. ഒരാൾ നാളെ മരിക്കും, മറ്റാൾ വേറെ സമയത്ത് മരിക്കും. അതങ്ങനെ അതിനൊന്നും കുഴപ്പമില്ല. യാ ലൈത ശിഅരി വൽ മനായാ അത്വാർ, ഹൽ യജ്മഅന്നി വ ഹബീബിദ്ദാർ. ഞങ്ങളുടെ ഹബീബായ റസൂലിൻ്റെ കൂടെ നാളെ സ്വർഗമെന്ന വീട്ടിൽ ഹബീബിനെ കാണാൻ കഴിയും എന്നറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത്രേ ഞങ്ങൾക്ക് വേണ്ടൂ. മരണം ഇപ്പം എന്തായാലും മരിക്കും, ഹബീബിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ? ഇത്രയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മദീനയിലെ ഉമ്മമാർ പാടിയുന്ന ബൈത്ത അത് മൗലിദാണ്. അതന്നെ അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മളിന്ന് ചെയ്യുന്ന പോലെ അന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഹബീബിന് ഇഷ്ടമുള്ളതേ നമ്മൾ ചെയ്യുന്നുള്ളൂ, ഇഷ്ടമില്ലാത്ത ചെയ്യാൻ പാടില്ല. അതും ചെയ്യരുത്, അതും ബിദ്അത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഇപ്പം ചെയ്യുക? നബിനെ ഓർക്കാനേ പാടില്ലേ? റബീഉൽ അവ്വൽ വരുമ്പോൾ ഓർത്താൽ മാത്രം കുറ്റാന്ന്, റബീഉൽ ആഖിറിൽ ഓർത്താൽ കുഴപ്പമില്ല, അങ്ങനെയാണോ? സഫറിൽ നബിയെ പറ്റി പറയാം, റബീഉൽ അവ്വൽ ഓർത്തേക്കരുത്, അപ്പോഴാണ് ബിദ്അത്താവുന്നത്. എപ്പോഴും ഓർത്തൂടെ? ഏത് സമയത്തും ചെയ്തൂടെ? ഇപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഹബീബിനെ പഠിക്കാനുള്ള അവസരമല്ലേ? അത് ചെയ്യരുത് എങ്ങനെയാണ് അതൊക്കെ പറയാൻ കഴിയും? എനിക്കറിയില്ലേ എങ്ങനെയാണ് ആ നാവ് പൊങ്ങുന്നത് നിങ്ങളത് ചെയ്യരുത് എന്ന് പറയാൻ. ഹറാമ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. മുത്തുനബിയെ പുകഴ്ത്തി പറയുന്ന, ഹബീബിൻ്റെ അവദാനങ്ങൾ പറയുന്ന, സ്വലാത്തുകൾ ചൊല്ലുന്ന, ഭക്ഷണം കൊടുക്കുന്ന ഹബീബിന് ഇഷ്ടമുള്ള കാര്യം, അതാണ് ഈ അന്നദാനം എന്ന് പറയുന്നത്. മുത്തുനബിക്ക് ഇഷ്ടമാണത്. ഒന്നും ചെയ്യേണ്ടെന്നാണോ പറയണത്? അതുകൊണ്ട് ഇത്തരം പൈശാചികമായ പ്രചാരണങ്ങളിൽ പെട്ടുപോവാതിരിക്കുക. അള്ളാഹു നമുക്ക് ഹിദായത്ത് ഉറപ്പിച്ചു തരട്ടെ. എപ്പോഴും ഹബീബിനെ കുറിച്ച് ഓർക്കുക, എപ്പോഴും ഓർക്കുക, പറ്റുന്ന സമയങ്ങളിൽ നന്നായിട്ട് ഓർക്കുക. നമ്മുടെ വീടുകളിൽ ഹബീബിൻ്റെ മൗലിദ് പാരായണവും സ്വലാത്ത് മജ്ലിസുകളും ഒക്കെ നടക്കട്ടെ. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ടാവില്ലേ, മുത്തുനബിൻ്റെ മേൽ നമുക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലാം എന്ന് തീരുമാനിക്കും. അങ്ങനെ സ്വലാത്തുകളുടെ എണ്ണം കൂടട്ടെ. മുത്തുനബിയോടുള്ള സ്നേഹം ഖൽബിൽ ഒരുപാട് കൂടട്ടെ. അള്ളാഹു നമുക്ക് ഹബീബിൻ്റെ മഹബത്ത് കൊണ്ട്, ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട് അള്ളാഹു നാളെ അവിടുത്തെ ഷഫാഅത്ത് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വില്യാപ്പള്ളിയിൽ ഒരു ചെറുപ്പക്കാരൻ വെള്ളത്തിൽ മുങ്ങിപ്പോയ 3 കുട്ടികളെ രക്ഷപ്പെടുത്തുന്നിടത്ത് മരിച്ചുപോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. സഗീർ എന്ന് പറയുന്ന. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ അനാഥമായ കുടുംബത്തിന് അള്ളാഹു സംരക്ഷണം നൽകട്ടെ. അദ്ദേഹം ചെയ്ത സേവനങ്ങളെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു യുവാവാണ്, ചെറുപ്പക്കാരനാണ്, നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട ആളാണ്. ഒരു സേവന പ്രവർത്തനത്തിനിടയിലാണ് ആ മരണം. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അൽ ഗരീഖു ഷഹീദുൻ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആൾക്ക് ഷഹാദത്തിൻ്റെ കൂലിണ്ടെന്ന്. അള്ളാഹു ഷഹാദത്തിൻ്റെ കൂലി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബ്ദുൽ ലത്തീഫ് ദാരിമിയുടെ ഉപ്പ മുഹമ്മദ് അലി ഹാജി വഫാത്തായി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അള്ളാഹു നീ മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ. ഉമ്മ മരണപ്പെട്ട ആണ്ടാണ് റബീഉൽ അവ്വൽ 11 നമ്മുടെ മുഹമ്മദ് കുഞ്ഞിയുടെ ഉമ്മ. അള്ളാഹു ആ ഉമ്മാക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അവരുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. മരണപ്പെട്ട ഒരുപാട് നമ്മുടെ ബന്ധുജനങ്ങൾ, അവർക്കൊക്കെ റബ്ബേ നീ മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ. ഓൺലൈനിലൂടെ ഒരുപാട് ദുആ വസിയത്തുകൾ വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പടച്ച തമ്പുരാനായ അള്ളാഹു നീ സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ.
ഉമ്മക്കും എളാമക്കും സുഖല്ല എന്ന് പറഞ്ഞു. അവർക്കൊക്കെ നീ ശിഫ നൽകണേ പടച്ചവനെ. മഴ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലാഹുമ്മ ഹവാലൈന വല അലൈന എന്ന് ദുആ ഇറക്കണം എന്നാണ്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആയാണ്. നമ്മൾ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വമനാബിത്തി ഷജർ അല്ലാഹുമ്മ ഹവാലൈന വല അലൈന അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വമനാബിത്തി ഷജർ. പടച്ചവനെ, കൃഷിയിടങ്ങളിലേക്ക്, മലമുകളിലേക്ക്, ജനതാമസമില്ലാത്തിടത്തേക്ക് ആ മഴയെ നീ കൊണ്ടുപോകണമേ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ. 2-3 റിവായത്തുകളുണ്ടത്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബി വമനാബിത്തി ഷജർ, അങ്ങനെയുണ്ട് വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബി വൽ ജിബാലി വമനാബിത്തി ഷജർ. എന്നാൽ ചുരുക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണമേ റബ്ബേ, ഞങ്ങൾക്ക് ഉപദ്രവമായിട്ട് നൽകരുതേ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ദുആ നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങൾ നമ്മളൊക്കെ ദുആയിരുന്നു കൊടുക്കുക അവർക്ക് വേണ്ടി. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന. അരീക്കോടുള്ള പ്രിയ സുഹൃത്ത് ഹസൻ എന്ന ബാവ വിപിയുടെ ജ്യേഷ്ഠൻ അബ്ദുള്ള വിപിയുടെ ആണ്ട് ദിനമാണ് റബീഉൽ അവ്വൽ 9 പ്രത്യേകം ദുആ ഇറക്കണമെന്ന് EM അഷ്റഫ് പുത്തനത്താണി. അല്ലാഹുവേ അദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അബ്ദുള്ള VP എന്ന സഹോദരന് അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. സുഹൃത്ത് ബഷീർ കണ്ണൂർ സുഖമില്ലാതെ നാട്ടിൽ പോയി മരണപ്പെട്ടു. അല്ലാഹുവേ നീ അവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ, മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ. കുന്നത്ത് മൊയ്തു ഹാജി തിരുവള്ളൂർ വടകര അസുഖം കൂടുതലായി ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ, സലാമത്ത് നൽകണേ പടച്ചവനെ, സലാമത്ത് നൽകണേ റബ്ബേ. എല്ലാം നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വഹബീബിനാ മുഹമ്മദ്. അർഹമർ റഹീമായ ഹകീമായ വദൂദായ റഹീമായ കരീമായ അല്ലാഹുവേ, നിൻ്റെ ഇസ്മുകളും ആ ഇസ്മുകളുടെ ഈ പ്രപഞ്ചത്തിലെ പ്രതിഫലനവും അല്ലാഹുവേ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ ഇസ്മിൻ്റെ അഥറുകളെ സംബന്ധിച്ച് ഞങ്ങൾ പഠിക്കുകയാണ്. അല്ലാഹു അത് നിന്നിലേക്ക് അടുക്കാനുള്ള വഴിയാക്കണേ പടച്ചവനെ. ഒരു ഇല വീഴുന്നത് പോലും നിൻ്റെ ഹിക്മത്താണ്, എല്ലാം നീ അറിയുന്നുണ്ട്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. വമല്ലാഹു ബിഗാഫിൽ, അല്ലാഹുവേ നീ അശ്രദ്ധമായി നിൽക്കുന്നവനല്ല, നീ എല്ലാം അറിയുന്നവനാണ്. നിൻ്റെ ഓരോ പ്രവർത്തനത്തിലും യുക്തിഭദ്രമാണ് റബ്ബേ, ഹിക്മത്തുണ്ട്. അല്ലാഹു ഞങ്ങൾക്ക് ഖൈറായത് നീ നൽകണമേ തമ്പുരാനെ. നിൻ്റെ അംബിയാഇനും സ്വാലിഹീങ്ങൾക്കും നീ നൽകിയ ഇൽമും ഹിക്മത്തും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ളാലിമീങ്ങൾക്ക് നീ നൽകിയത് ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ. അല്ലാഹുമ്മ ജഅൽ റിസ്ഖനാ കഫാഫ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ ഖൈറും നൽകണേ തമ്പുരാനെ. വലാ തജ്അൽഹാ ത്വാഗിയ. പടച്ചവനെ, ഞങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന വിധത്തിലുള്ള അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ഭൗതിക സൗകര്യങ്ങളെ കൊണ്ട് ഞങ്ങൾ ഒരിക്കലും ആയി പോവരുതേ തമ്പുരാനെ. റഹ്മർ റാഹിമേ, ഞങ്ങൾ നിന്നോട് ചെയ്യേണ്ട കടപ്പാടുകളിൽ വീഴ്ച വരുത്തിയവരാണ് അല്ലാഹു. ഞങ്ങൾ നിന്നോട് വേണ്ട വിധത്തിൽ നിന്നോട് കാണിക്കേണ്ട കടപ്പാടുകൾ ചെയ്തിട്ടില്ല റബ്ബേ. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വസ്സമാഉ മത്വിയാതും ബിയമീനി. അല്ലാഹുവേ, നിന്നെ ഗൗനിക്കേണ്ട വിധം ഗൗനിക്കാൻ ഞങ്ങളെ കൊണ്ടായില്ല റബ്ബേ, ഞങ്ങളോട് പൊറുക്കണമേ തമ്പുരാനെ. നിന്നെക്കുറിച്ച് ഓർക്കാതെയും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ കഴിച്ചുകൂട്ടിയ കാലങ്ങൾ അത്രയും ഞങ്ങളോട് പൊറുക്കണേ റഹ്മാനെ. ഞങ്ങൾ ജീവിക്കുന്ന ഓരോ സെക്കൻഡിൻ്റെയും മൂല്യവും വിലയും എത്രയാണെന്ന് റബ്ബേ ഞങ്ങൾക്കറിയില്ലായിരുന്നു. അല്ലാഹുവേ, കളിയിലും തമാശയിലുമായി കഴിച്ചുകൂട്ടിയ കാലം ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ലോകത്തേക്ക് നീ ഞങ്ങളെ പറഞ്ഞയച്ച ലക്ഷ്യം അത് സാധിക്കാനുള്ള സർവ്വ വഴികളും ഞങ്ങൾക്ക് തുറന്നു നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വഹ്ദിനാ വർസുഖ്നാ. നിൻ്റെ ഹബീബിനോട് ചൊല്ലാൻ ഒരു ദിക്ർ നൽകണമേ നബി എന്ന് ചോദിച്ചു വന്ന സ്വഹാബിക്ക് നിൻ്റെ പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി അല്ലാഹു ഞങ്ങളും ചോദിക്കുകയാണ്. ഹബീബ് പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി. പടച്ചവനെ, ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വഹ്ദിനാ വർസുഖ്നാ. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ, ഞങ്ങളോട് റഹ്മത്ത് ചെയ്യണേ പടച്ചവനെ, ഞങ്ങൾക്ക് സന്മാർഗം കാണിക്കണേ പടച്ചവനെ, ഞങ്ങൾക്ക് റിസ്ക് നീ നൽകണമേ തമ്പുരാനെ. അല്ലാഹു, നീ ഞങ്ങളെ ഹിദായത്തിലേക്ക് കൈപിടിക്കണേ റഹ്മാനെ.
ഹിദായത്തിലായി ഞങ്ങളെ നിലനിർത്തി തരണേ പടച്ചവനെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. അള്ളാഹുവെ സത്യം സത്യമായി കാണിച്ചു നൽകണേ റബ്ബേ, തെറ്റ് തെറ്റായിട്ട് ഞങ്ങൾക്ക് ബോധിപ്പിക്കണേ പടച്ചവനെ. സത്യം സത്യമായി അറിയുകയും അതിനെ പിൻപറ്റാനും തൗഫീഖ് നൽകണേ റബ്ബേ. വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്ന ഇജ്തിനാബഹ. തെറ്റുകൾ തെറ്റാണെന്നറിഞ്ഞ് അത് വെടിയാനുള്ള തൗഫീഖും നൽകണേ പടച്ചവനെ. അല്ലാഹുമ്മ ജഅൽനാ ലിഅഹ്കാമിക ഖാദിഈൻ. അള്ളാഹുവെ നിൻ്റെ നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കുന്നവരാക്കണേ തമ്പുരാനെ. വലിശറാഇക മുതീഈൻ. നിൻ്റെ ശരീഅത്തുകൾ അനുസരിക്കുന്നവരാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കൾക്ക് ഇൽമ് നൽകണേ റബ്ബേ, അദബ് നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ശരീരവും നന്നാക്കി തരണേ റബ്ബേ. ശരീരത്തിൻ്റെ ദുർബലത അള്ളാഹുവെ നീ പരിഹരിക്കണേ അല്ലാ. ഞങ്ങളുടെ അവശത നീ പരിഹരിക്കണേ റബ്ബേ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ അറിവില്ലായ്മയ്ക്ക് പകരം ഞങ്ങൾക്ക് അറിവ് നൽകണേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളുടെ ജഹലിന് ഞങ്ങൾക്ക് നീ ഇൽമ് നൽകണേ റബ്ബേ. ഹിക്മത്ത് നൽകണേ പടച്ചവനെ. ഞങ്ങൾ പറയുന്നതും ചെയ്യുന്നതും അള്ളാഹുവെ ഹിക്മത്തുള്ളതാക്കണേ പടച്ചവനെ. അള്ളാഹുവെ നിൻ്റെ ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന തത്വജ്ഞാനിയായ മഹാനെ ഒരു സൂറത്തിൻ്റെ പേരിട്ടുകൊണ്ട് നീ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയല്ലോ റബ്ബേ. ശരീരം എങ്ങനെയാണെങ്കിലും ഇൽമ കൊണ്ടും ഹിക്മത്ത് കൊണ്ടും നീ ഉയർത്തുമെന്നതിൻ്റെ തെളിവാണല്ലോ റബ്ബേ. അള്ളാഹുവെ അറിവ് നൽകി ഞങ്ങൾക്ക് നീ ഉയർച്ച നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ അറിവ് ഞങ്ങൾക്ക് നന്മയിലേക്ക് വരാനുള്ള വഴിയാക്കി തരണേ പടച്ചവനെ. ഇൽമ എവിടെയൊക്കെയുണ്ടോ അവിടേക്ക് എത്തിപ്പെടാനും അത് കേൾക്കാനും ഒക്കെ തൗഫീഖ് ഞങ്ങളുടെയൊക്കെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിലും അള്ളാഹു ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അള്ളാഹുവെ സൽ സ്വഭാവികളാക്കണേ റബ്ബേ. ഞങ്ങളുടെ സ്വഭാവത്തിലെ മോശങ്ങൾ നിനക്കറിയാൻ പടച്ചവനെ. അല്ലാഹുമ്മ ഹസ്സിൻ അഖ്ലാഖന കമാ ഹസ്സൻത ഖൽഖന. ഞങ്ങളുടെ സൃഷ്ടിപ്പ് നന്നാക്കിയ പോലെ ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ തുഹിർ ഖുലൂബന മിൻ കുല്ലി ദനസിൻ വഅയ്ബിൻ വനജ്സിൻ യുബാഇദുന അൻക വഅൻ റിദ്വാനിക വമഹബ്ബതിക വദുഖൂലി ജന്നതിക യാ റബ്ബൽ ആലമീൻ. നിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാനും നിന്നിലേക്ക് അടുക്കാനും നിന്റെ പ്രിയം സമ്പാദിക്കാനും ഞങ്ങൾക്ക് തടസ്സമായി വരുന്ന എല്ലാ മാലിന്യങ്ങളും ഞങ്ങളുടെ കൽബിൽ നിന്ന് തുടച്ചു നീക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാ വദർകി ശഖാ വസൂഇൽ ഖദാഇ വശമാതത്തിൽ അഅദാ. അല്ലാഹുവേ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാനും നിൻ്റെ ശിക്ഷ ഞങ്ങളിലേക്ക് വരാതിരിക്കാനും അല്ലാഹുവേ നിൻ്റെ പരീക്ഷണങ്ങളിൽ പെട്ടുപോകാതെ നീ ഞങ്ങൾക്ക് കാവൽ നൽകണമേ തമ്പുരാനെ. എല്ലാ രോഗികൾക്കും ശിഫ നൽകണേ റബ്ബേ. എല്ലാ രോഗികൾക്കും ശിഫ നൽകണേ റബ്ബേ. എല്ലാ രോഗികൾക്കും ശിഫ നൽകണേ റബ്ബേ. അവരെ പരിചരിക്കുന്നവർക്ക് നീ കൂലി നൽകണേ പടച്ചവനെ. അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നവർക്ക് കൂലി കൊടുക്കണേ പടച്ചവനെ. ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ കൂട്ടമായി സഹായിക്കുന്ന കൂട്ടായ്മകളുണ്ട്. അവരൊക്കെ നീ സഹായിക്കണേ പടച്ചവനെ. അള്ളാഹുവേ അള്ളാഹു ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ റബ്ബേ. ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ റബ്ബേ. ഈ ഉമ്മത്തിനെ ചവിട്ടി മെതിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ ദുൽമിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കണേ പടച്ചവനെ. ആ ദുൽമുകൾക്ക് അള്ളാഹുവേ നീ അതിന് പകരം നൽകണേ അല്ലാഹ്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലു ദ്ദാലിമൂൻ. പടച്ചവനെ ഒരു ളാലിമിനെയും ഒരു അക്രമിയെയും നീ വെറുതെ വിടുന്നില്ലല്ലോ അല്ലാഹുവേ. അല്ലാഹുമ്മ അരിനാ അജായിബ ഖുദ്റതിക ഫീ അദാഇനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന റഖാഅൻ സഖാഅൻ വസായിറ ബിലാദിൽ ആലമീൻ. അല്ലാഹുമ്മ ഇഹ്ഫദ് റഈസദ് ദൗല. اللهم احفظه وألبسه لباس العافية يا رب العالمين. اللهم أيده بالحق وأيد الحق به. اللهم انصره ونائبه وسائر حكام الإمارات. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إلى رحمتك ورضوانك. اللهم تغمدهم برحمتك ومغفرتك يا رب العالمين وارحمنا معهم وسائر المؤمنين أجمعين. اللهم خذ بأيدينا ونواصينا إليك أخذ الكرام عليك يا عزيز يا حكيم يا ودود يا كريم يا